അറിയപ്പെടുന്ന മഹത്തായ മാസമാണ് ഈ മാസം. ഒട്ടനവധി പ്രത്യേകതകളും അനവധി വിശേഷങ്ങളും ഒരുപാട് പാഠങ്ങളും നിരവധി പഠനങ്ങളും സമൂഹത്തിന് നൽകുന്ന, ഒരുപാട് ചിന്തിക്കാനും പഠിക്കാനും പകർത്താനും പകർന്നു കൊടുക്കാനും ഉതകുന്ന ഒട്ടനവധി വിശേഷങ്ങളുള്ള മഹത്തായ മാസമാണിത് എന്ന് ഞാൻ നിങ്ങളെ കൂടുതൽ പറഞ്ഞറിയിക്കേണ്ടതില്ല. ലോകൈക ഗുരു സയ്യിദുൽ വജൂദ് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇണയുടെ തുണ ഖദീജ ബീവി റളിയല്ലാഹു അൻഹായും അവിടുത്തെ സംരക്ഷിച്ചിരുന്ന അബൂ താലിബ് എന്നവരും വിട പറഞ്ഞ ഒരു ഘട്ടം, ആമുൽ ഹുസ്ൻ ദുഃഖവർഷം എന്നറിയപ്പെട്ടിരുന്ന ഒരു ഘട്ടത്തിൽ വളരെയധികം മാനസികമായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അവിടുത്തേക്ക് മിഅ്റാജ് ഇസ്റാ എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ ഒരുപാട് പാഠങ്ങളും പഠനങ്ങളും സമ്മാനിക്കപ്പെടുന്നത്. ആ സംഭവം ലോകത്ത് എക്കാലവും അനുസ്മരിക്കപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 63 വർഷക്കാലത്തെ ജീവിതത്തിൽ പല പഠനങ്ങളും പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മെജോറിറ്റിക്കെതിരെ ബദർ രണാങ്കണത്തിലൂടെ വിശ്വാസായുധം കൈപിടിച്ച ധർമ്മസമരത്തിലെ വിജയം വരിച്ച ബദർ യുദ്ധം, ആ ബദർ യുദ്ധത്തിലെ വിജയത്തെക്കുറിച്ച് സുബ്ഹാന അത്ഭുതത്തോടെ പറഞ്ഞിട്ടില്ല. ഹിറാമലമടക്കുകളിൽ നിന്ന് വഹിയിന്റെ പ്രാരംഭ പാഠം ഏറ്റെടുത്തുകൊണ്ട് വിശുദ്ധ റമളാനിൽ മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജബലുൻ നൂറിൽ ആദ്യ വഹിയിറങ്ങിയ ഒരു സുദിനം, ആ ദിവസത്തെ സംഭവം വിശദീകരിക്കുന്നിടത്ത് സുബ്ഹാന എന്ന് പറഞ്ഞിട്ടില്ല. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ ജന്മനാടായ മക്കത്തുൽ മുകറമ ഹറമാക്കിയതുപോലെ പവിത്രമാക്കിയതുപോലെ വിശുദ്ധ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മദീന മുനവ്വറയെ ജഗന്നിയന്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹറമാക്കാൻ വേണ്ടി തീരുമാനിച്ച ആ സംഭവം സൂറത്ത് മുഹമ്മദ് 13-ാം സൂക്തത്തിൽ അതിൽ സൂചന നൽകുമ്പോ വിശുദ്ധ ഖുർആൻ സുബ്ഹാന എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടില്ല. മാനവ സമൂഹത്തെ വിജയത്തിന്റെ ഉത്തുംഗതയിലെ ഉന്നതിയിലേക്ക് ഉയർത്തപ്പെടാനുള്ള കീടായ വിശുദ്ധ ഖുർആനിന്റെ പ്രാരംഭ പാഠങ്ങൾ അവതരിക്കാനുള്ള വിശുദ്ധ റമളാനിനെ കുറിച്ചുള്ള വിശദീകരണം പറയുമ്പോൾ ആശ്ചര്യദായകമായ സുബ്ഹാന എന്ന പ്രയോഗം അവിടെയും നടത്തിയിട്ടില്ല. പ്രവാചകൻ ലഭിച്ച 23 വർഷക്കാലത്തെ നിസ്തുല സംഭവവികാസങ്ങൾ ആയിരക്കണക്കിന് കഴിഞ്ഞപ്പോ പ്രത്യേകം അത്ഭുതം, ലോകം അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ വീക്ഷിക്കുന്ന വിഷയമായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരേ ഒരു സംഭവം, പല വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി തങ്ങളുടെ ജീവിതത്തിലെ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടുന്ന് വിശദീകരിച്ചത് ഇസ്റാ മിഅ്റാജിനെ കുറിച്ചാണ്. അതാണ് ഖുർആൻ പറഞ്ഞത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല لنريه من آياتنا
هو السميع البصير. ലോകമേ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? സമൂഹമേ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നുന്നില്ലേ? സൃഷ്ടികളിൽ അത്യുന്നതരായ ഹബീബായ നബി തങ്ങളെ കൊണ്ട് ജഗന്നിയന്താവായ റബ്ബ് സൃഷ്ടികളുടെ പ്രതിനിധിയായി ഒരു വലിയ യാത്രയ്ക്ക് വിധേയമാക്കിയതിൽ നിങ്ങൾ അത്ഭുതപ്പെടുന്നില്ലേ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. പ്രത്യേകം ഇസ്റാ നടത്തി. ഇസ്റാ ഒരു സംഭവമാണ്, മിഅ്റാജ് മറ്റൊരു സംഭവമാണ്. ഇസ്റാ എന്തിനായിരുന്നു? മിഅ്റാജിന് വേണ്ടിയായിരുന്നു. മറ്റു അമ്പിയാക്കൾക്ക് രണ്ടും കൂടെ നൽകിയിട്ടില്ല. ഇസ്രാഈലിന് വിധേയരായ അമ്പിയാക്കൾ വേറെയുണ്ട്. മഹാനരായ ലൂത്ത് നബി അലൈഹിസ്സലാമിന് ഇസ്റാ ഉണ്ടായത് ഖുർആൻ പറയുന്നു, ഫഅസ്രി ബിഅഹ്ലിക. മഹാനരായ നബിയുള്ളാഹി മൂസാ നബി അലൈഹിസ്സലാം റെഡ് സീ എന്ന് പറയുന്ന ചെങ്കടൽ 850 കിലോമീറ്റർ താണ്ടിയത് 10 ലക്ഷം വരുന്ന അനുയായികളോട് കൂടെയാണെങ്കിൽ ആ മൂസാ നബി അലൈഹിസ്സലാമിന് അനുഭവിക്കാൻ കഴിഞ്ഞ ഇസ്റാ ഫഅസ്രി ബിഇബാദി ലൈലൻ ഇന്നകും മുത്തബഊൻ, അതിനെക്കുറിച്ചുള്ള പഠനം വിശുദ്ധ ഖുർആനിലുണ്ട്. എന്നാൽ ഇസ്റാഉം മിഅ്റാജും രണ്ടും കൂടെയുണ്ടായത് നബി തങ്ങൾ കാണാം. ഈ സംഭവത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ അതിൽ വിശദീകരിക്കുന്നു, ജനങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, യാത്ര, വലിയ അനുഭവം. യാത്ര ചെയ്യുക എന്നത് ഒരുപാട് പഠനങ്ങൾ ഉണ്ടാക്കാൻ, ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്താൻ, ലോകത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ, ഒരു വ്യക്തിയുടെ തിയോളജിക്കലി ക്ലാരിഫിക്കേഷൻ വിലയിരുത്താൻ, ഒരു വ്യക്തിയുടെ സ്പിരിച്വൽ പ്യൂരിറ്റി നോക്കാൻ ഏറ്റവും നല്ല ഒരു കാര്യമാണ് യാത്ര. ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞു, യാത്ര ചെയ്യുന്നവനും യാത്ര ചെയ്യാത്തവനും ഒലിക്കുന്ന വെള്ളവും നിൽക്കുന്ന വെള്ളവും പോലെയാണ്. യാത്ര ചെയ്യാത്ത ഒരു വ്യക്തി അദ്ദേഹം ഒലിക്കാത്ത കെട്ടി നിൽക്കുന്ന വെള്ളം പോലെ. യാത്ര ചെയ്യുന്ന വ്യക്തി ഒലിക്കുന്ന വെള്ളം പോലെ. ബിറ്റ്വീൻ വ്യത്യാസം എന്താണ്? ഒലിക്കുന്ന വെള്ളം അതിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോയി ഇട്ടാലാണ് മലിനമാകുന്നത്. അതല്ലെങ്കിൽ ഇരുന്നത് മോശമായി മാറി. നശിക്കപ്പെടാത്ത വെള്ളം സംസം മാത്രമായാണ് എന്ന് നാം കാണുന്നത്. അതൊരു ഡിഫിക്കലി വാട്ടറാണ്. അതിനോട് മറ്റു വെള്ളങ്ങളെ ഒരിക്കലും താരതമ്യം ചെയ്യാനോ കാൽക്കുലേഷനോ കഴിയില്ല. എന്നാൽ ഒലിക്കുന്ന വെള്ളം ആദ്യമായി ഒരു മഴ പെയ്യുകയാണെങ്കിൽ ആ മഴ പെയ്യുന്ന വെള്ളത്തിന് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. വലിയ തോട്ടിലൂടെ വെള്ളം ഒഴുകുമ്പോൾ ചത്തപ്പൂച്ചയുടെ തലയും കൊട്ട തേങ്ങയും ഉണ്ടാവാറുണ്ട്. എന്തൊക്കെയാണുള്ളതെങ്കിൽ അതുമായി അങ്ങനെ പിന്നീട് അങ്ങനെ വന്ന് നല്ല നിഷ്കളങ്കമായ കളങ്കരഹിതമായ വെള്ളമാകും. ഇതുപോലെ ഒരാൾ യാത്ര ചെയ്യുകയാണ്. എടത്തനാട്ടുകരയിൽ നിന്നും ഒരാളൊരു പഠനയാത്ര ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരുപാട് കാഴ്ചകൾ അവർ കാണുന്നുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. ജനങ്ങളുടെ യാതനയും വേദനയും മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിലോ അതല്ലെങ്കിൽ ക്യാൻസർ വാർഡുകളിലോ അതുപോലെയുള്ള വിഷയങ്ങളിൽ എത്തി നോക്കുമ്പോൾ ജഗന്നിയന്താവായ അല്ലാഹു നമുക്ക് നൽകിയ ആരോഗ്യവും സൗകര്യവും അതിന്റെ വില നാം അറിയുകയാണ്.
നേരെ മറിച്ച് യാത്ര ചെയ്യാത്തവരും വീട്ടിലിരിക്കുന്ന സമയത്ത് ഒന്ന് അറിയാതെ ഒന്ന് വീണാൽ ഇന്ന് ആരെയാണ് ഞാൻ കെണി കണ്ടത് എന്നാലോചിച്ച് രാവിലെ പാല് വാങ്ങിക്കാൻ വന്ന താത്തയെ പിരാകുന്ന ശപിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. എന്നാൽ യാത്ര എന്ന് പറയുന്നത് അസ്സഫറു മീസാനുൽ ഖൗം, ഒരു വ്യക്തിയെ വിലയിരുത്താനും കൂടെയുള്ളതാണ്. മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. പഠനയാത്ര നിങ്ങൾ ആകാശത്തിലൂടെ യാത്ര ചെയ്യുക, ആകാശത്തിലൂടെ യാത്ര, നിങ്ങൾ ഭൂമിയിലൂടെ യാത്ര ചെയ്യുക. ഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോ ഒരുപാട് പഠനങ്ങൾക്ക് നിങ്ങൾക്ക് അവസരം ലഭിക്കുമെന്ന് ഖുർആൻ പറയുന്നു. അത്തരത്തിലുള്ള ഒരു യാത്രയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറ്റുള്ള ആളുകൾ അഥവാ യജമാനനായ റബ്ബ് പ്ലാൻ ചെയ്യുന്നത്. പ്ലാൻ ചെയ്ത് അതിന് സുസജ്ജമാക്കാൻ വേണ്ടി അല്ലാഹു പ്രത്യേക ദൂതന്മാരെ നിയോഗിക്കുകയാണ്. അങ്ങനെ നിയോഗിച്ച് മഹാനരായ നബി തങ്ങൾ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ കിടക്കുന്ന സമയം അവിടുന്ന് പറയുന്നു, ഞാൻ ഒരു പ്രത്യേക കാഴ്ച എനിക്ക് അനുഭവപ്പെട്ടു. നബി തങ്ങളുടെ പ്രത്യേകത എന്താണ്? വഖൽബുഹു ലം യനം വൽ ഐനു ഖദ് നഇസ വലാ യുറാ അഖറബു മിൻഹു ഫീ അലിനി. അവിടുത്തെ കണ്ണിന് ഉറക്കം ബാധിച്ചാലും ഖൽബിന് ഉറക്കം ബാധിക്കാറില്ല. കാരണം അല്ലാഹുവിന്റെ ദിവ്യബോധനത്തിന് സാക്ഷിയാവേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ വഹി ഉറക്കത്തിലാവാം, അല്ലാഹുവിന്റെ വഹി ഉണർവിലാവാം. അങ്ങനെ പല ഘട്ടങ്ങളിലും യജമാനനായ റബ്ബ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക അറിവും വഹിയും വരാനുള്ള സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ 24 ഹവേഴ്സും അവിടുത്തെ മനസ്സ് ഉണർവിലാണ്. അവിടുന്ന് എപ്പോഴും ഉണർന്നു ചിന്തിക്കുന്നവരാണ്. ആ നിലത്ത് ഉറങ്ങുമ്പോഴാ 2-3 മലക്കുകൾ അവിടുന്ന് ഇറങ്ങി വരുന്നത്. അങ്ങനെ ഇറങ്ങി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് ചുമന്ന് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയി വയ്ക്കുന്നത് സംസം കിണറിന്റെ അടുക്കലേക്കാണ്.
അങ്ങനെ ലോകത്ത് ലോകജനത ഇന്നും അത്ഭുതത്തോടുകൂടെ വീക്ഷിക്കുന്ന ഒരാൾക്കും രഹസ്യം പിടുത്തം കിട്ടാത്ത വെള്ളമാണ് സംസം വെള്ളം. കേവലം 12 മീറ്റർ ആഴത്തിൽ കുറഞ്ഞ സ്ഥലത്ത് മാത്രം വെള്ളമുള്ള, 2 മീറ്ററോളം ആഴത്തിൽ വെള്ളമുള്ള ഒരു കിണറ്റിൽ നിന്ന് കോടിക്കണക്കിന് ലിറ്ററുകൾ ദിവസവും പമ്പ് ചെയ്യുന്ന സംസം വെള്ളം. സുലൈമാൻ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ശറഫാക്കപ്പെട്ട പാദം അടിച്ചെടുത്ത് പുറത്തു വന്ന ആ വെള്ളം ഒരിക്കൽ അപ്രത്യക്ഷമാവുകയുണ്ടായി. പിന്നീട് ഉസൈന്റെ കാലത്ത് അപ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇമാം ബുഖാരി ഉദ്ധരിച്ച നബി തങ്ങളുടെ 20 വാപ്പമാരുടെ പേര് ചില ആളുകൾ ചോദിക്കാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 20 ഉപ്പാപ്പമാരുടെ പേര് പഠിച്ചതുകൊണ്ട് എന്ത് നേട്ടമുണ്ട്? എന്തിനാണ് പഠിക്കുന്നത്? അത് പഠിക്കുന്നത് കൊണ്ട് ചരിത്രപരമായ വല്ല വിഷയങ്ങളും ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ്. സഹീഹുൽ ബുഖാരിയിൽ 20 ഉപ്പാപ്പമാരുടെ പേരെണ്ണിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകത്തിലും 20 വാപ്പമാരെ പരിചയപ്പെടുത്തുന്നതിന് വിരോധമില്ല. ഖുർആൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രമാണമല്ലേ സഹീഹുൽ ബുഖാരി? ആ സഹീഹുൽ ബുഖാരിയിൽ 20 ഉപ്പാപ്പമാരുടെ പേരുണ്ട്. അവരിൽപ്പെട്ട ഖുസൈ എന്ന് പറയുന്നവരുടെ കാലഘട്ടത്തിൽ സംസം അപ്രത്യക്ഷമായി. പിന്നീട് അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വല്യുപ്പ ശൈബത്തുൽ ഹംദ് എന്ന പേരിൽ അറിയപ്പെടുന്നവർ മഹാനവറുകളുടെ കാലഘട്ടത്തിലാണ് ഈ സംസം കുഴിക്കാൻ ഒരു ഡിഫിക്കലിയും ഒരു വേറിട്ട സ്വപ്നത്തിലൂടെ അതിന്റെ സ്ഥാനം ഏകദേശം അറിയിക്കുകയും ഒരു കാക്ക വന്ന് കൊത്തിക്കൊണ്ട് സ്ഥാനം കാണിക്കുന്നത് അനുഭവപ്പെടുകയും ചെയ്തപ്പോ ആ ഭാഗത്ത് കുഴിച്ചപ്പോഴാണ് പഴയ സംസം വെള്ളത്തിന്റെ സ്ഥാനവും വെള്ളത്തിന്റെ സാന്നിധ്യവും കണ്ടെത്തിയത് എന്ന് ഹദീസിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ സംസം ഒരു മഹത്വമില്ല എന്ന് പറയുന്നവരുണ്ട്. അത് ചുമന്നുകൊണ്ടുപോരുന്നത് വെറുതെയാണെന്ന് പറയുന്നവരുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാരും അതുപോലെയുള്ള ചില ആളുകളൊക്കെ ഇങ്ങനെ അതിന് യാതൊരു പ്രത്യേകതയും ഇല്ല എന്ന് പറയുന്നവരാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞു സംസം മഹത്വമാണ്, ഭക്ഷണത്തിനുള്ളതാണ്, ദാഹത്തിനുള്ളതാണ്, രോഗശമനത്തിനുള്ളതാണ്. അങ്ങനെയുള്ള എന്നും ലോകം ആദരവോടുകൂടെ കാണുന്ന മഹത്തായ തീർത്ഥജലമാണ് സംസം എന്ന് പറയുന്നതെങ്കിൽ ആ സംസമിന്റെ കിണർ 1976 വരെ പല ആളുകൾക്കും കാണാമായിരുന്നുവെങ്കിൽ ഇന്ന് കാണാനുള്ള സാഹചര്യമില്ല. ഏതായിരുന്നാലും ആ കിണറിന്റെ വക്കത്ത് കൊണ്ടുപോയി പൊന്നാര നബിയെ കടത്തി ഒരു മേജർ സർജറിക്ക് വിധേയമാക്കുകയുണ്ടായി. 4 പ്രാവശ്യം നബി തങ്ങളുടെ നെഞ്ച് കീറിയിട്ടുണ്ട്, ഹൃദയം പുറത്തെടുത്തിട്ടുണ്ട്, പ്രത്യേക സംവിധാനത്തിലൂടെ പലതും ചെയ്തിട്ടുണ്ട്. സംസം വെള്ളം കൊണ്ട് പ്രത്യേകം ശുദ്ധി വരുത്തിയിട്ടുണ്ട്. എന്നിട്ട് പഴയ പോലെ ആക്കിയിട്ടുണ്ട്. ശാസ്ത്രക്രിയ നൂലന്നില്ല, സർജിക്കൽ ഉപകരണങ്ങളെന്നില്ല, അനസ്തേഷ്യയില്ല, ഓർമ്മകെടുത്തലില്ല, ധരിപ്പിക്കലില്ല, ഒന്നുമില്ലാത്ത ഈ ഒരു സംഭവത്തിന്റെ പ്രഥമ പാഠം യാത്രയുടെ മുൻപുണ്ടായ ഈ ഒരു സംഭവത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ 4 പ്രാവശ്യം നെഞ്ചു കീറിയിട്ടുണ്ട്. 3-ാമത്തെ വയസ്സിൽ, 10-ാമത്തെ വയസ്സിൽ, 39-ാമത്തെ വയസ്സിൽ, 51-ാമത്തെ വയസ്സിൽ.
ഇങ്ങനെ 4 രൂപത്തിലുണ്ടായിട്ടുണ്ട്. ആ 4ാമത്തെ സന്ദർഭമാണ് ഒരു സാഹസികമായ ഒരു വേറിട്ട ഒരു വലിയ യാത്രക്കുള്ള തയ്യാറെടുപ്പെന്ന നിലക്ക് അവിടുത്തെ നെഞ്ച് പൊളിക്കുകയാണ്. അതെ, അവിടുന്ന് അനുഭവപ്പെടുകയാണ്, കാണുകയാണ്. അങ്ങനെ പൊളിച്ച് ആ ഹൃദയം പുറത്തെടുത്ത് ഒരു കരുത്തി കൊണ്ട് പിളർന്ന് അതിൽ നിന്ന് എന്തോ ഒന്ന് മാറ്റിവെച്ച് വീണ്ടും ഒരു കൂട്ടി ജിബ്രീൽ അലൈഹിസ്സലാം തടഞ്ഞ് എന്നിട്ട് ബന്ധം കൊണ്ട് കഴുകി ഉള്ളിലങ്ങ് വെച്ച് അവിടുത്തെ കൈ കൊണ്ടുവന്ന് തടവിയപ്പോൾ ആ മുറിവ് അടയാളം പോലും പോയിട്ടുണ്ടെങ്കിൽ സാധാരണ ഓരോ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ഒരു സർജറി കഴിഞ്ഞാൽ അടയാളമുണ്ടാകുന്നെങ്കിൽ ഒരു അടയാളം പോലും ബാക്കിയാവാത്ത രൂപത്തിലാകുമ്പോ ഇതിലൊരു പാഠമുണ്ട്. മുറിവ് പറ്റിയാൽ ഭൗതികമായ സാഹചര്യങ്ങളിൽ മാത്രമല്ല ഉണങ്ങുക, ആത്മീയമായ സാഹചര്യങ്ങളിൽ ഭാരതന്മാർക്ക് അല്ലാഹു കൊടുത്ത വലിയ പവർ, ആ പവർ മൂലവും കത്തി കൊണ്ട് മുറിച്ചതോ കൊണ്ട് അടിച്ചതോ നാക്ക് മുറിച്ചെടുത്തതോ കൈകാലി കുഴിയതോ അതെല്ലാം പ്രത്യേക സാഹചര്യത്തിൽ ആത്മീയമായ പവർ കൊണ്ട് മാറും എന്നുള്ളതിന്റെ കൃത്യമായ സൂചന ഈ ഒരു സർജറിയിലൂടെ, ഈ ഒരു കൃത്യമായ പ്രവർത്തനത്തിലൂടെ ലോകത്തെ പഠിപ്പിക്കാൻ അല്ലാഹു തീരുമാനിച്ചതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് ഏതെങ്കിലും നിബന്ധനയോടുകൂടെ വല്ല ശസ്ത്രദ്വീപുകളും നടക്കുമ്പോ ഇത്തരം പ്രയോഗങ്ങളിൽ അതിശയോക്തി കൊണ്ട് കൺകെട്ടാണെന്ന് പറഞ്ഞ് നിഷേധിക്കുന്നതിന് പകരം അടിസ്ഥാനപരമായി ഈ വിഷയത്തിന് പോയ കാലങ്ങളിലെ പൗരാണിക വ്യക്തിത്വങ്ങൾ, പിന്തുടരപ്പെടേണ്ട മാതൃകാ വ്യക്തിത്വങ്ങൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഒരു പഠന വിധേയം നടത്തിയതിന് ശേഷമാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ വിഷയത്തെ സമീപിക്കുന്നുവെങ്കിൽ അതിന്റെ പേരിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ടി വന്നിരുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര, ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. പാഠം നമ്പർ 2. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബുറാഖ് എന്ന് പറയുന്ന ഒരു വാഹനമാണ് സജ്ജമാക്കിയത്. ഹദീസുകളിൽ അതിന്റെ കളറുണ്ട്, അതിന്റെ രൂപമുണ്ട്, അതിന്റെ ഭാവമുണ്ട്, അതിന്റെ സ്പീഡുണ്ട്, പലതുമുണ്ട്. വെളുത്ത നല്ല ഒരു വാഹനമായിരുന്നു. വെള്ളക്കാരെപ്പോഴും ഡിമാൻഡുള്ളതാണ്. ആ വെളുത്ത വാഹനമായ ബുറാഖ് തിരക്കുള്ള ആളുകൾക്ക് സ്പീഡുള്ള വാഹനം ചില ഘട്ടങ്ങളിൽ അനിവാര്യമാണ്. നമുക്ക് ചിലപ്പോൾ കാളവണ്ടി മതിയോ? കാളവണ്ടിയില്ല, വംശനാശ ഭീഷണിയില്ല. പാലക്കാട് അങ്ങാടിയിൽ എവിടെയെങ്കിലുമൊക്കെ വലിയ അങ്ങാടിയിലോ അല്ലെങ്കിൽ വല്ല മറ്റേ സ്ട്രീറ്റിൽ എവിടെയെങ്കിലുമൊക്കെ കാണാന്നുള്ളതല്ലാതെ കാളവണ്ടി ഇങ്ങനെ പഴയ കാലത്തൊക്കെ മണ്ണാർക്കാട്ട് കൂടെ കണ്ടിരുന്നു. അങ്ങനെ കാണുന്നു. എന്തോ തിരക്കുള്ള ആളുകൾക്ക് തിരക്കുള്ള നല്ല വാഹനം വേണ്ടി വരും. അത് ദൂർത്താണ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഖുർആൻ പറയാൻ അങ്ങനെയുള്ളത് നല്ലവർക്കുള്ളതാണ്. നിങ്ങൾ മഹാനരായ നൂഹ് നബി അലൈഹിസ്സലാം അവിടുന്ന് വഫാത്തിന് മുമ്പ് 4 വസിയ്യത്ത് ചെയ്തത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് കാര്യം നിങ്ങളോട് കൽപ്പിക്കുന്നു, 2 കാര്യം നിങ്ങളോട് വിരോധിക്കുന്നു. അമറുക്കും ബിശഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് ഷഹാദത്ത് കലിമയും ആത്മീയമായ മേഖലയിലെ പുരോഗതിക്കുള്ള പ്രയത്നവും നിർദ്ദേശിച്ചപ്പോ വൻഹാക്കും അനിശ്ശിർക്കി വൽ കിബ്ർ, നൂഹ് നബി അലൈഹിസ്സലാം ശിർക്ക് ചെയ്യാൻ പാടില്ല, അഹങ്കാരം പാടില്ല എന്നവിടുന്ന് വ്യക്തമാക്കിയ ആ സംഭവം നബി തങ്ങൾ വിശദീകരിച്ചപ്പോ സഹാബത്ത് ചോദിച്ചു, ശിർക്ക് എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം. അതറിയാത്തവർ അവസാന കാലഘട്ടത്തിലുള്ള ചില ആളുകളാണ്. എന്താണ് ശിർക്ക്, എങ്ങനെയാണ് ശിർക്ക് എന്നുള്ളത്. എന്നാൽ ശിർക്ക് എന്താണ് എന്നറിയാം. എന്താണ് അഹങ്കാരം? അഹങ്കാരം എന്നാൽ എന്താണ്?
ഞങ്ങളിൽ ആർക്കെങ്കിലും നല്ല വസ്ത്രമുണ്ടെങ്കിൽ അത് അഹങ്കാരമാണ്. ഒരാൾ നല്ല തിളങ്ങുന്ന ടിപ് ടോപ്പ് ഡ്രസ് അതിട്ട് നടക്കല്ല അഹങ്കാരമാണ്. നല്ല സ്റ്റൈലൻ ചെരുപ്പിട്ട് നടക്കല്ല അഹങ്കാരമാണോ? നിബിധങ്ങൾ പറഞ്ഞു അല്ല. അച്ചടക്കബോധമുള്ള നന്മയുടെ പ്രതീകമായ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ച് കൃത്യമായി കർമ്മബോധയിലിറങ്ങുന്ന പ്രവർത്തകർ സജീവമായ സാന്നിധ്യം അതുണ്ടാകല്ല അഹങ്കാരമാണോ? അതുമല്ല. ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾക്ക് നല്ലൊരു വാഹനമുണ്ട്. ആ വാഹനം എല്ലാവരും ശ്രദ്ധിക്കുന്ന ആശ്ചര്യത്തോടുകൂടെ കാണുന്ന വിലപിടിപ്പുള്ള നല്ല ഒരു വാഹനത്തിൽ യാത്ര ചെയ്യൽ സഹാബത്ത് ചോദിക്കുകയാണ്. അതും അഹങ്കാരമല്ല. അങ്ങനെയൊക്കെയാണല്ലോ ചില പ്രസംഗങ്ങളിൽ നിന്ന് കേൾക്കുന്നത്. പിന്നെ എന്താണ് അഹങ്കാരം? അതിന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് സഫ്ഫുൽ ഹഖ് ഹഖിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യലാണ് ഏറ്റവും വലിയ അഹങ്കാരം. അവർ റബ്ബിനെ അനുസരിക്കുന്നില്ല, പ്രവാചകരെ പരിഗണിക്കുന്നില്ല. ഞങ്ങളാണ് വിശ്വാസികൾ എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, പരലോകത്ത് വിശ്വസിക്കുന്നുണ്ട് എന്നവർ പറയുന്നുണ്ട്. പക്ഷേ അവരെ ശരിയായ വിശ്വാസികളിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അവരുടെ പേരിൽ ഇസ്ലാമിന്റെ ടച്ചുണ്ടാവാ, അവരുടെ സംസ്കാരത്തിൽ മുസ്ലിമിന്റെ ടച്ചുണ്ടാവാ, എന്നാൽ അവരുടെ വിശ്വാസം കൃത്യമല്ല. അതുകൊണ്ട് തന്നെ അവര് മുഅ്മിനല്ല. അതേ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ അല്ലാഹുവെ വഞ്ചിക്കുകയാണ്, വിശ്വാസികളെ വഞ്ചിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളാണ് അത്തരക്കാരിൽ നിന്നും നമ്മെ സംരക്ഷിക്കുമാറാവട്ടെ. പറഞ്ഞു വന്നതെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് യാത്രക്കൊരുങ്ങി ഈ വാഹനത്തിൽ നിന്ന് കയറി ഇവിടുന്ന് മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബറകനാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് 895 മൈലാണ്, 1440 കിലോമീറ്ററാണ്. ആ കിലോമീറ്റർ താണ്ടുന്നത് 15 മിനിറ്റ് കൊണ്ടാണ്. 15 മിനിറ്റ് കൊണ്ടാണ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് 1440 കിലോമീറ്റർ താണ്ടിയെങ്കിൽ മുസ്ലിമിൽ കാണാം. ആ യാത്രയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിസ്കരിക്കാൻ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ അല്ലെങ്കിൽ സുജൂദ് അവിടുന്ന് നിർവഹിച്ചു. ചോദിച്ചു, ഇതേതാണ് സ്ഥലം? ഇത് മദീന മുനവ്വറയാണ്. വൽ മദീനതു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ. അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാഹനപ്പുറത്ത് മദീനയിലേക്ക് വന്നു. ഇത് അങ്ങേക്ക് കിടക്കാനുള്ള സ്ഥലമാ. അന്ന് മസ്ജിദുൻ നബവിയില്ല, അന്ന് പച്ചക്കുടയില്ല, അന്ന് മദീനയിൽ അതൊന്നുമില്ലാത്ത ഒരു സമയം കേവലം ഫ്ലാറ്റായി ഭൂമിയായി കിടക്കുന്ന ഒരു സ്ഥലം. നബി തങ്ങൾക്ക് കിടക്കാനുള്ള ഖബറുള്ള സ്ഥലം ആദരിക്കാൻ വേണ്ടി പറയുന്നു. അതേ, ഭാവിയിൽ അവിടെ ഒരു മുതബറക്കായ ഒരു വ്യക്തിത്വത്തിന്റെ സ്ഥലമാണെങ്കിൽ നേരത്തെ അതിന് പവിത്രതയും പരിഗണനയും ഉണ്ട് എന്ന പാഠമാ ഈ സംഭവത്തിലൂടെ അല്ലാഹു ലോകരെ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ
അവിടെ നിന്ന് കിടക്കാനുള്ള മണ്ണിന്റെ അടുക്കലേക്ക് ജിബ്രീൽ കൊണ്ടുപോകുമ്പോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന എടത്തനാട്ടുകരയിലെ സഹോദര, നമ്മൾ കേട്ട് പഠിച്ചൊരു ഹദീസുണ്ട്. ലാ തുസബ്ബിറു റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ, ഇല്ലാ ഇലാ സലാസത്തി മസാജിദ. 3 പള്ളികളിലേക്ക് വാഹനം കെട്ടി പോവാൻ പാടുള്ളൂ. അമ്പത്തേക്ക് പാടില്ല, അതുപോലെ പുത്തൻ പള്ളിക്ക് പാടില്ല, വേറെ സ്ഥലങ്ങളിലേക്ക് പാടില്ല എന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന സഹോദര, എന്തേ ജിബ്രീലിന് പിഴച്ചോ, എന്തേ മുത്തുനബിക്ക് പിഴച്ചോ, എന്തേ റബ്ബിന് പിഴച്ചോ, എന്തേ നിമിഷങ്ങൾ അവിടെ പോയില്ലേ? നേരെ ോലയിലൂടെ സ്ട്രൈറ്റ് വേയിലൂടെ അങ്ങ് മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുന്നതിന് പകരം വഴിയൊന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് എന്തേ മദീനയിലേക്ക് പോവാനുള്ള കാരണോ? അതെ, അവിടേക്ക് ബുറാഖെന്ന വാഹനത്തിലല്ലേ പോയത്. അതുകൊണ്ട് ഈ ഹദീസ് കൊണ്ട് എന്തൊരു വിശദീകരണമാണോ നടത്തുന്നതെങ്കിൽ ആ വിശദീകരണം ഒരിക്കലും അംഗീകരിക്കപ്പെട്ടതല്ല. മുസ്ലിം ലോകത്ത് വാഹനപ്പുറത്ത് യാത്ര ചെയ്യുന്നതിന് വിരോധമില്ല. പക്ഷേ ഹദീസിൽ പറഞ്ഞതെന്താ? മക്കയിലേക്ക് ഒരാൾ വണ്ടി കയറിയാൽ ഒരു റക്അത്തിന് 10 കോടി പ്രതിഫലമാണെങ്കിൽ, മദീനയിലേക്ക് അതിന്റെ 10 അതുപോലെ മസ്ജിദുൽ അഖ്സയിലേക്കോ അതിന്റെ പകുതിയാണെങ്കിൽ ഈ ഒരു ഇബാദത്തിന്, ഒരു റക്അത്തിന്, ഒരു ആരാധനയ്ക്ക് നിശ്ചിതമായ ഓഫർ ചെയ്യപ്പെട്ട പ്രതിഫലത്തെക്കാൾ വർദ്ധിത മൂല്യം പ്രതീക്ഷിച്ചുകൊണ്ട് ജഡത്തനാട്ടുകരയിൽ നിന്നും അമ്പുറത്തേക്ക് പോകേണ്ടതില്ല. അമ്പുറത്തെ 2 റക്അത്തും ഇവിടുത്തെ 2 റക്അത്തും സെയിമാണ്. അതുപോലെ പുത്തമ്പള്ളിയിലെ 2 റക്അത്തും മണ്ണാറക്കാട്ട് 2 റക്അത്തും സെയിമാണ്. എന്നാൽ പവിത്രത കൽപ്പിച്ചുകൊണ്ട് പോകുന്നതിന് വിരോധമില്ല. നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഖുബയിലേക്ക് വാഹനത്തിലും അല്ലാതെയും പോയത് ഹദീസിൽ തന്നെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ 2 റക്അത്ത് നിസ്കരിക്കുന്നു. എന്നിട്ട് അങ്ങനെ പോകുന്നു മറ്റൊരു സ്ഥലത്തേക്ക്. അതേ, ഈ യാത്രയിൽ നബിയെ ഇവിടെ ഇറങ്ങൂ, നിസ്കരിക്കൂ. ഏതാണ് സ്ഥലം? മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് എന്ന് പറയുന്ന ഓൾഡ് ടെസ്റ്റ്മെന്റ്, പഴയ വേദഗ്രന്ഥങ്ങളിലെ മൂസാ നബിക്ക് അവതരിപ്പിക്കപ്പെട്ട തൗറാത്ത്, ആ തൗറാത്ത് അവതരിപ്പിക്കപ്പെട്ട സ്ഥലമാണ്. തൗറാത്തിന്റെ ഏടെവിടെയുണ്ടോ? ഇല്ല. തൗറാത്ത് വെച്ച പലക എവിടെയുണ്ടോ? ഇല്ല. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെയുണ്ടോ? ഇല്ല. എന്താണ് അവിടെയുള്ളത്? നബി തങ്ങളുടെ 1200 വർഷം മുമ്പ് മുതബറക്കായ ഒരു കിതാബ് ഇറങ്ങിയപ്പോ ആ ഇറങ്ങിയ ആ ഒരു സ്ഥലത്തിന് എക്കാലവും പരിഗണനയുണ്ട്, ആദരവുണ്ട് എന്ന തത്വമാണ്. ഈ 2 റക്അത്ത് നിസ്കാരത്തിലൂടെ, അതല്ലെങ്കിൽ ഈ സുജൂദിലൂടെ ലോകത്ത് പഠിപ്പിക്കപ്പെടുന്ന വലിയ തത്വം. ഇനി നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 15 മിനിറ്റിനുള്ളിൽ മറ്റൊരു സ്ഥലത്തെത്തി. ആ സ്ഥലം ഏതാ? ഇത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മസ്ഥലം. ഈസാ നബി ജനിച്ച സ്ഥലം ബഹുമാനിക്കണോ? ഇസ്രാ മിഅ്റാജ് നടത്തുന്ന സമൂഹത്തിന് നൽകുന്ന വലിയ സന്ദേശം അതാണ്. മഹാന്മാരുടെ ജന്മസമയത്തിന് സലാമുൻ അലയ്യ യൗമ ഉലിദ വയൗമ അമൂത് വയൗമ ഉബ്അഥു ഹയ്യാ. ജനന സമയം, ജനന സ്ഥലം, വഫാത്തിന്റെ സമയം, വഫാത്തിന്റെ സ്ഥലം, എല്ലാം പരിഗണനയുണ്ട്. വഫാത്തിന്റെ സ്ഥലത്തെ പരിഗണിച്ചതാണ്. ആണ്ടിനോടനുബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഓരോ ആണ്ടിലും ശുഹദാക്കളുടെ ഖബർ പ്രത്യേകം പരിഗണിച്ചിരുന്നു എന്ന് കാണാം. ജന്മസമയത്തിന് പ്രത്യേകതയുണ്ട്. സുന്നികളും നോൺ സുന്നികളും എല്ലാവരും ആദരിക്കുന്ന വെള്ളിയാഴ്ചയുടെ മഹത്വം. ആദം നബി അലൈഹിസ്സലാമിനെ പടക്കപ്പെട്ടു എന്ന്.
നാളെ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച പ്രത്യേക സുന്നത്ത് നോമ്പ്, വിശിഷ്യ റജബ് മാസം കൂടെയാണല്ലോ, മേറാജും കൂടെയാണല്ലോ. തിങ്കളാഴ്ചയിലെ നോമ്പ് ഫീഹി ഉലിത്തു, എന്റെ ജന്മദിനത്തെ പരിഗണിച്ചുകൊണ്ടുള്ളതാണ് എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞത് സഹീഹ് മുസ്ലിമിലുണ്ടാകുമ്പോ അതൊക്കെയൊന്ന് കൃത്യമായി നിഷ്പക്ഷമായി വിലയിരുത്തുമ്പോ ഒരിക്കലും ഒരാൾക്കും തെറ്റിദ്ധാരണയിൽ അകപ്പെടേണ്ടി വരില്ല. അതിന്റെ പേരിൽ സ്റ്റേജുകളും പേജുകളും ദുരുപയോഗം ചെയ്യപ്പെടേണ്ടി വരില്ല. വ്യക്തമാണ്. അവിടുന്ന് മസ്ജിദുൽ അഖ്സയിൽ, ഈ മസ്ജിദുൽ അഖ്സ ആദം നബി അലൈഹിസ്സലാമാണ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. മസ്ജിദുൽ അഖ്സ വ്യവസ്ഥാപിതമായ ശൈലിയിൽ ചുമരുകളെ കൊണ്ട്, കെട്ടുകളെ കൊണ്ട്, കൃത്യമായ ഡയറക്ഷനിലൂടെ, വ്യക്തമായ പ്ലാനിങ്ങിലൂടെ നിർമ്മിച്ചത് മഹാനരായ സുലൈമാൻ നബി അലൈഹിസ്സലാം. അതാണ് മസ്ജിദുൽ അഖ്സ. ആ മസ്ജിദുൽ അഖ്സയിലേക്കാണ് 15 മിനിറ്റിൽ 3 സ്ഥലത്ത് നിസ്കാരം നടന്നിട്ടും ഈ ഒരു 15 മിനിറ്റ് കൊണ്ട് അവിടേക്ക് എത്തുന്നു. ഇന്ന് ഏറ്റവും വേഗത കൂടിയ ട്രെയിൻ ജർമ്മനിയിലെ ട്രെയിനാണ്. പെർ മണിക്കൂറിൽ 524 കിലോമീറ്ററാണ് കരമാർഗത്തിലൂടെയുള്ള വാഹനം. വായുവിലൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ശബ്ദത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന പലതുമുണ്ടെങ്കിൽ ഇന്ന് ആളുകളെ വഹിച്ചുള്ള ഒരു എക്സ്പ്രസ് എന്നുള്ള നിലക്കുള്ള വായുമാർഗത്തിലൂടെ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റ് ബ്ലാക്ക് ബേർഡ് എയർലൈനാണ്. 6125 കിലോമീറ്റർ വേഗതയിൽ പെർ മണിക്കൂറിൽ അന്തരീക്ഷത്തിലൂടെ ചുഴലിപ്പായുന്ന വാഹനമാണ് ബ്ലാക്ക് ബേർഡ് എയർലൈൻ എന്ന് പറയുന്നത്. എന്നാൽ റാക്ക് എന്ന വാഹനം അതിനും കൂടുതലായിരുന്നു. അതിന്റെ സ്പീഡ് തീരുമാനിക്കുന്നവൻ അല്ലാഹു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ 1 മണിക്കൂർ യാത്ര, സൂറത്തു സബഇന്റെ 12ാമത്തെ ആയത്ത്. ആയത്തിൽ പറയുന്നത് എന്താണ്? 60 ദിവസത്തെ 2 മാസത്തെ യാത്ര, ഏകദേശം 7200 കിലോമീറ്റർ 1 മണിക്കൂർ കൊണ്ട് താണ്ടിയിരുന്നു എന്ന് കാണാം. ആരുടെ? സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കാറ്റുകൊണ്ട് 1 മണിക്കൂർ 60 ദിവസത്തെ വഴി ദൂരം. ഒരു ദിവസത്തിന് 133.056. അതിന് 60 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന അത്ര സഞ്ചാര വേഗതയുണ്ടായിരുന്നുവെങ്കിൽ അത് അല്ലാഹു കൊടുക്കുന്ന വലിയ പവറാണ്. എങ്ങനെയാ? ചോദിക്കണ്ട, അമ്പിയാക്കൾക്കല്ല കൊടുക്കുന്ന പവറാണ്. അതിൽ ഒരിക്കലും തന്നെ അതിശയോക്തി കാണേണ്ടതില്ല. അങ്ങനെയാണ് നമ്മുടെ സൃഷ്ടിച്ച മസ്തിഷ്കം കൊണ്ട് വിലയിരുത്തുമ്പോ അപാകതകൾ സ്വാഭാവികമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു, ലൗ കാന ദീനു ബിർറഈ ലകാന ബാത്തിനുൽ ഖദമൈനി അഹഖ ബിൽ മുസ്ലിം മിൻ ളാഹിരിഹിമാ വലാകിൻ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മസഹ ളാഹിറഹുമാ. ഖുഫയെ തടവുമ്പോ, ഖുഫ എന്നാൽ നിബന്ധനയോട് കൂടെയുള്ള തോലുകൊണ്ടുണ്ടാക്കിയ കിറലുകളില്ലാത്ത പ്രത്യേക സംഭവമാണ്. അതല്ലാതെ കാല് കഴുകുന്നതിന് പകരം ചെരുപ്പ് തടവിയാൽ മതിയെന്ന് ചില ആളുകൾ, വിഷയത്തെക്കുറിച്ച് വ്യക്തമായി പഠനം നടത്താത്ത ആളുകൾ പലപ്പോഴും പറയാറുണ്ട്. ശരിയല്ല, സോക്സതിൽ പെടൂല. ആ ഖുഫയെ തടവുമ്പോ പുറമാണല്ലോ തടവാറുള്ളത്, നടക്കാറുള്ളത് അടികൊണ്ടാണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് പുറം തടവുന്നത്? അവിടെ നോക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതിന്റെ ബാധ്യമാണ്, പുറമാണ് തടഞ്ഞത്. അവിടെ കേവലം യുക്തി കൊണ്ട് വിലയിരുത്തപ്പെടേണ്ടതാണ് പ്രമാണമെങ്കിൽ തീർച്ചയായും അടിഭാഗമല്ലേ തടവേണ്ടിയിരുന്നത്. അതില്ലാതെ മുകൾ ഭാഗം തടവാൻ
കാരണം ഇത്തിബാഅാണ്. ഇത്തിബാഅാണ്. അങ്ങനെ തന്നെ ഇമിറ്റേഷൻ, പ്യൂർ ഇമിറ്റേഷൻ, അത് കൃത്യമായ അനുകരണം, അതേ ഇവിടെ വേണ്ടത് എന്നതാണ്. ആ മസ്ജിദുൽ അഖ്സയുടെ പ്രത്യേകത എന്താണ്? ബാറക്നാ ഹൗല, അതിന്റെ ചുറ്റുഭാഗം ബറക്കത്താക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ ഓരോ ആളുകൾ ഓരോ രൂപത്തിൽ വ്യാഖ്യാനിക്കും. മഹത്തുക്കളെയും പരിശുദ്ധാത്മാക്കളെയും അമ്പിയാക്കളെയും അസാധാരണത്വവും അംഗീകരിക്കാൻ പ്രയാസമുള്ളവർ പറയുന്നു ഇവിടെ മരങ്ങളെ കൊണ്ട്. അപ്പൊ മരങ്ങളെ കൊണ്ട്, ഒരുപാട് വൃക്ഷങ്ങളെ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു പള്ളിയാണ് മസ്ജിദുൽ അഖ്സ എങ്കിൽ, മരങ്ങളാണ് ഇസ്രാഇന്റെ മാനദണ്ഡമെങ്കിൽ, അന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇസ്രാ വരേണ്ടിയിരുന്നത് നിലമ്പൂരിലെ കാട്ടിലേക്കല്ലേ? മസ്ജിദുൽ അഖ്സന്റെ അവിടെ അത്ര മരങ്ങളൊന്നുമില്ല, അന്നുമില്ല. അവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ സാഹചര്യവും അവിടുത്തെ ഒരു ഡിഫിക്കലി സിറ്റുവേഷനും അങ്ങനെയാണ്. എന്നാൽ ആമസോൺ നദിയുടെ തരത്തുള്ള ആമസോൺ ഫോറസ്റ്റ്, മഴക്കാടുകൾ, ഒരുപാട് മരനിബിഡമായ വൃക്ഷനിബിഡമായ പച്ചപ്പ് കൊണ്ട് വേൾഡ് ഭൂപടത്തില് ഒരുപാട് സ്ഥാനം പിടിച്ച സ്ഥലങ്ങളുണ്ടായിട്ട് എന്തേ മസ്ജിദുൽ അഖ്സയിലേക്കാക്കിയത്? ആദം നബി അലൈഹി സ്വലാം ഇറങ്ങിയത് എവിടെ? ശ്രീലങ്കയിലല്ലേ? 5600 കിലോമീറ്റർ 900 പ്രാവശ്യം കഅബാലയത്തിലേക്ക് കാൽനടയായിട്ട് ആദം നബി അലൈഹി സ്വലാം താണ്ടിയിട്ടില്ലേ? എന്നാൽ അവിടെയൊന്നും ഇറക്കാതെ, സോളമാൻ ദ്വീപിൽ ഇറക്കാതെ, അമേരിക്കയിൽ ഇറക്കാതെ, നിലമ്പൂരിൽ ഇറക്കാതെ ഇസ്രാ മസ്ജിദുൽ അഖ്സയിലാവാനുള്ള കാരണം ബാറക്നാ ഹൗലഹു. എന്തുകൊണ്ട്? മഖറുൽ അംബിയാ മസ്ബത്തുൽ വഹി. ഏറ്റവും കൂടുതൽ അമ്പിയാക്കൾ കിടക്കുന്ന സ്ഥലമാണ്, ഏറ്റവും കൂടുതൽ വഹയിറങ്ങിയ സ്ഥലവുമാണ്. വഹയിറങ്ങിയ സ്ഥലമായിരുന്നു തൂരി സീന. നബി തങ്ങളോട് നിസ്കരിക്കാൻ പറഞ്ഞു. വഹയിറങ്ങിയ സ്ഥലമായിരുന്നു ജബൽ നൂർ. ആ ജബൽ നൂറിന് എന്നും ആ പേരിൽ അറിയപ്പെടുന്നു. മഹാന്മാരുടെ സാന്നിധ്യത്തിന് വലിയ സംഭവമാണ്. കഅബാലയത്തിന്റെ പുനർനിർമ്മാണ സമയത്ത് ഒരു കല്ലിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയറിയപ്പോ ആ കയറിയ കല്ലിനെ ഫത്തഖദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല. ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വിശുദ്ധ കഅബാലയം ലക്ഷ്യം വെച്ച് കഅബാലയത്തെ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് തവാഫ് ചെയ്തതിന്റെ ശേഷം 2 റക്അത്ത് മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിച്ച് ഇബ്രാഹിം നബിയെ ആദരിക്കാനും അല്ലാഹുവെ ആരാധിക്കാനും ലോകം കൽപ്പിക്കുന്നുവെങ്കിൽ അവിടെയുള്ളതെന്താണ്? ഇബ്രാഹിം നബിയുടെ കാല് തട്ടിയ ഒരു കല്ല്. ലോകാവസാനം വരെയുള്ള ഹജ്ജിന് പോകുന്ന ആളുകൾ ഇബ്രാഹിം നബിന്റെ അടുത്തേക്കാ പോണത്. മമ്പർത്ത തങ്ങൾക്ക് ഒന്ന് പോയി പോരട്ടെ എന്ന് പറഞ്ഞ പോലെ ഇബ്രാഹിം നബിന്റെ അടുത്തേക്കാണ്. ഇതൊക്കെ ഖുർആനിലുള്ളതാണ്. മൂടി അടിച്ചു വെച്ച് അതൊന്ന് പാരായണം ചെയ്തൊന്ന് പഠനവിധേയമാക്കിയാൽ എല്ലാ സംശയങ്ങളും എല്ലാ സഹോദരന്മാർക്കും മാറ്റിയെടുക്കാൻ കഴിയാവുന്ന വിഷയമാണ്. ഭാരതന്മാരുടെ മക്ബറകളെ ബഹുമാനിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖബറിന്റെ മേലെ ചവിട്ടരുത്, ഖബറിന്റെ മുകളിൽ ഇരിക്കരുത്, ഖബറിന്റെ മുകളിൽ മലമൂത്ര വിസർജനം അരുത്. ആദരിക്കപ്പെടേണ്ടതാണ്, ബഹുമാനിക്കപ്പെടേണ്ടതാണ്. നോർമലി സാധാരണ ഖബർ തന്നെ സഹീഹ് മുസ്ലിമിൽ ഉള്ള ഹദീസാണ്. എന്നാൽ ഭാരതന്മാരുടെ മക്ബറയുടെ പ്രത്യേകത എന്താണ്? ഖുർആൻ പറഞ്ഞു ബാറക്നാ ഹൗല മഖറുൽ അംബിയാ. അംബിയാക്കളുടെ അന്ത്യവിശ്രമ കേന്ദ്രമാണവർ. സഹീഹുൽ ബുഖാരി ഖുർആൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രമാണം. ആ പ്രമാണത്തിലെ കിതാബുൽ ജനായിസിന് ഒരു ടൈറ്റിൽ തന്നെ ബാബു മൻ അഹബ്ബ അൻ യുദ്ഫന ഫീ അർളിൽ മുഖദ്ദസ. പരിശുദ്ധമായ സ്ഥലത്ത് ഖബറടക്കാൻ താൽപര്യപ്പെട്ടവർ എന്നാണ്.
മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു ബൈത്തുൽ മുഖദ്ദസിൽ കിടക്കാൻ. എന്തേ കാരണം? യൂസുഫ് നബി അലൈഹിസ്സലാം അവിടെയുണ്ട്, യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടെയുണ്ട്, യാക്കൂബ് നബി അലൈഹിസ്സലാം ഉണ്ട്, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ഉണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ട്. അങ്ങനെയുള്ള നബിമാര് കിടക്കുന്നിടത്ത് കിടക്കാൻ മൂസാ നബി താല്പര്യപ്പെടാൻ കാരണം 3 ലക്ഷം ഹദീസ് മനഃപാഠമാക്കിയ ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി തങ്ങൾ അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയതായി കാണാം. അവിടെ അവതരിക്കുന്ന റഹ്മത്തിൽ പ്രതീക്ഷയർപ്പിച്ച് ആരാണ് മൂസാ നബി? മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ കാണാം. ഇമാം മുസ്ലിം ആര് പറയാ? റസൂലുള്ളാഹ്. എങ്ങനെ കണ്ടു? ഇന്ന് വാട്ടർ ഡിറ്റക്ടർ ഉണ്ട്, ഭൂഗർഭജലം കണ്ടുപിടിക്കാൻ ജിയോളജി വകുപ്പിന്റെ അടുക്കൽ നൂതനമായ സംവിധാനങ്ങളുണ്ട്. മെറ്റൽ ഡിറ്റക്ടർ ഉണ്ട്, എയർപോർട്ടിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടോ ഇല്ലേ എന്ന വിധാനത്തിലുള്ള സോഫ്റ്റ്വെയറും അതുപോലെയുള്ള വിഷയങ്ങളും ഇന്ന് ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ സഹോദരന്മാരെ, ആ ഒരു സംവിധാനമൊന്നുമില്ലാതെ കേവലം നഗ്നമാണ്ട് മാത്രം ഖബറിന്റെ ഉള്ളിലുള്ള അവസ്ഥ അല്ലാഹുവിന്റെ റസൂൽ കാണാൻ അവിടുത്തെ കണ്ണ് അസാധാരണ കണ്ണായിരുന്നു എന്നുള്ളതിന്റെ കൃത്യമായ തെളിവാണ്. കേവലം സാധാരണക്കാരനല്ല, കാഴ്ച സാധാരണമല്ല. ഡോക്ടർ ഉസ്മാൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഒരിക്കൽ എഴുതി വെക്കുകയുണ്ടായി, നബി തങ്ങളുടെ കാഴ്ചയും കേൾവിയും എല്ലാം സാധാരണമാണ്, ഖുർആൻ പറഞ്ഞതിനെതിരാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ടു, നബി തങ്ങൾ പറഞ്ഞു, സഹീഹ് മുസ്ലിമിലുണ്ട്. ആ കാഴ്ചയെപ്പറ്റി അല്ലാഹ് പറഞ്ഞതെന്താ? വലഖദ് ആതൈനാ മൂസൽ കിതാബ വലാ തകുൻ ഫീ മിർയത്തിൻ മിൻ ലിഖാഇ വജഅൽനാഹു ഹുദൻ ലിബനി ഇസ്രായീൽ. നബിയേ, മൂസാ നബിയെ അങ്ങ് കണ്ടില്ലയോ? ആ കണ്ടതില്ലെന്ന് സംശയം പ്രകടിപ്പിക്കണ്ട. അതേ മൂസാ നബിയെ തന്നെയാണ് കണ്ടത്. ആ മൂസാ നബി അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസിലുണ്ട്. ആ മൂസാ നബി അലൈഹിസ്സലാം 6ാമത്തെ ആകാശത്തിലുണ്ടെന്ന് സഹീഹുൽ ബുഖാരി പല സ്ഥലങ്ങളിലും ഉദ്ധരിച്ചിട്ടുണ്ട്, സഹീഹ് മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. മുത്തഫഖുൻ അലൈഹിയായ സംഭവമാണ്. ഈ ഒരു ചരിത്രത്തിലൂടെ, ഈ ഒരു ഇസ്രായേല്, ഈ ഒരു സംഭവത്തിലൂടെ മറ്റൊരു പാഠമുള്ളത്. പാഠം നമ്പർ 4 എന്താണ്? അതേ في أوقات مختلفة في أماكن متعددة زائد نقلا كما ورد به خبر الصادق شيخ المحدثين എന്നറിയപ്പെടുന്ന ഹാഫിദ് ദുനിയ മഹാനരായ അല്ലാമ ബൈഹഖി തങ്ങൾ ഹയാത്തുൽ അംബിയ എന്ന കിതാബിൽ രേഖപ്പെടുത്തുകയാ. അംബിയാക്കൾക്കുള്ള വലിയ പവർ കൊടുക്കുകയാ, ആത്തുക്കൾക്ക് വലിയ പവർ കൊടുക്കുകയാ. في أوقات مختلفة في أماكن متعددة جائز نقلا. അത് ഒരുപാട് പ്രാമാണികമായോ സമാവർദ്ധനീയ ഖബർ സാദിഖ് ശൈശരികമായി വിലയിരുത്തുമ്പോഴോ പ്രാമാണികമായി അതിനെ പരിഗണിക്കുമ്പോഴോ കൃത്യമായ രേഖയുള്ളതാണ്. മഹാന്മാർക്ക് ചെറിയ ചെറിയ സമയങ്ങളെ കൊണ്ട് ഒരുപാട് ദൂരം താണ്ടാൻ കഴിയുമെന്നത് അതിനുദാഹരണമാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം 2 മാസത്തെ വഴി പോലോ ചുരുങ്ങിയ സമയം കൊണ്ട് വിട്ടുകിടന്നത് അതിനുദാഹരണമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഇസ്റാ മിഅ്റാജ് സംഭവമോ അതും അതിന് ഉദാഹരണമാണ്. എന്താണ് പാഠം? അമ്പിയാക്കൾ ജീവിച്ചിരിക്കുന്നവരാ, അവര് ഹയാത്തുള്ളവരാ. അതുകൊണ്ടാണ് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ രാമുഖം എന്ന പുസ്തകത്തില് വ്യക്തമായി ഈ പ്രസ്ഥാനത്തിന്റെ പതാകവാഹകൻ എന്ന് ഒരു കാലത്ത് എഴുതി വെച്ച് ലോകത്തെ പഠിപ്പിച്ചത് فلذاك قالوا بالحياة أهتم شهدائنا بالنقل والبرهان ولأن أقدى نكاحه لن
فسق فلسانه في عصمة وثيان أفليس فيها ذا دليل أنه حي لمن كانت له أذنان സുഹദാക്കൾ ജീവിച്ചിരിക്കുന്നവരാണെന്ന് അവര് മരണപ്പെട്ടവരെന്ന് പറയരുത്, വിചാരിക്കരുതെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടില്ലേ? വലാ തഹസബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അവര് ജീവിച്ചിരിക്കുന്നവരാ, അവര് റിസ്ഖ് ലഭിക്കുന്നവരാ. അങ്ങനെയാണ് സുഹദാക്കളെങ്കിൽ അതേ ബദരീങ്ങളെ കാക്കണേ, മുഹീദീനെ രക്ഷിക്കണേ. കാലയളവ് കഴിഞ്ഞാൽ മറ്റൊരാളുടെ വിവാഹം കഴിക്കാനുള്ള അവകാശമില്ല എന്നതാണ്. വലുലൈസ ഫീഹാ ദലീലുൻ അന്നഹു ഹയ്യുൻ ലിമൻ കാനത് ലഹു ഉദ്നാനി. അവര് ജീവിച്ചിരിക്കുന്നവരാ. മുസ്ലിമിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റബ്ബല്ലാഹു റൂഹി ഹത്താ അർദു അലൈഹിസ്സലാം. അമേരിക്കയിലാവട്ടെ, കോസ്റ്ററിക്കയിലാവട്ടെ, നോർവേയിലാവട്ടെ, മെക്സിക്കോയിലാവട്ടെ, മൊറോക്കോയിലാവട്ടെ, ഇന്ത്യയിലാവട്ടെ, ഹൈറ്റിയിലാവട്ടെ, റുവാണ്ടയിലാവട്ടെ, മുഖദ്ദസിൽ സഫ്രായിവരാ. അമ്പിയാക്കൾക്ക് ഇമാമായി നിൽക്കാൻ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് റസൂലുള്ളാഹി. വലിയ പാഠം അവിടെയും എന്താണ് പാഠം? അല്ലാഹു ജീവിതകാലത്തിൽ ഇഷ്ടമുള്ള ഏതൊരു പ്രവർത്തനവുമായി മുന്നോട്ട് പോയോ ആ നല്ല പ്രവർത്തനങ്ങളിൽ നിന്ന് അവരിച്ചിരിക്കുന്ന പ്രവർത്തനത്തിനുള്ള അവസരം നൽകും. അതാണ് മൂസാ നബി നിസ്കരിക്കുന്നത് കണ്ടത്. നിസ്കാരം വലിയ താല്പര്യം. ആ നിലക്ക് നബി തങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞ് അവിടെ ഇന്നും പോയാൽ കാണാം അസ്സഫ്വത്തുൽ ബൈളാ, ഒരു പാറ. ആ പാറയിൽ നിന്ന് ഉയരുകയാണ്, ആകാശത്തേക്ക് ഉയർന്നു. പാഠം നമ്പർ 5. അവിടുത്തെ ശരീരം സാധാരണ ശരീരമല്ല. പ്രവാചകന്മാരും അങ്ങനെ വഫാത്തായവർ. നിങ്ങൾ നോക്ക്, മഹാനരായ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും ഒരു വഴിയിലൂടെ യാത്ര പോകും. ഹദീസിൽ കാണാം. അങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി ഒരു ഗുഹയിൽ തങ്ങി. ഇന്നത്തെ പോലെ ബസ് സ്റ്റോപ്പില്ല. നാളെ വയലു കഴിഞ്ഞ് വരുമ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ രാത്രി 12 മണിക്ക് 6-7 ആൾക്കാർ ഇങ്ങനെ ഇരിക്കും. നോക്കിയപ്പോ മൈസറിയത്തെ പോലെ, മൈസറിയിൽ ആരും ആരോടൊന്നും പറയില്ലല്ലോ, ആരും ആരോടൊന്നും അഭിപ്രായം ചോദിക്കൂല. അതേപോലെ 7 ആൾ 7 ഭാഗത്തിരുന്നിട്ട് ഇങ്ങനെ മൊബൈലുമേ വലിയ നൂറുകണക്കിന് ഇങ്ങനെ തോണ്ടിയിരിക്കുക. ഓരോരുത്തർ കൂടെ 7 ആൾക്കാരും 7 ഭാഗത്തേക്ക് തിരിഞ്ഞ് ഇങ്ങനെ തോണ്ട് എന്നെ. എന്തായി തോണ്ടുന്നത്? അല്ലാഹു എന്തോ ആവട്ടെ. ഓരോ ആളുകൾക്കും അവരുടേതായ ചോയ്സുകൾ ഉണ്ടാവും. പക്ഷെ സമയം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബിയും ജ്യേഷ്ഠനും അനുജനും നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അങ്ങനെ രണ്ടുപേരും ഒപ്പം യാത്ര ചെയ്യും. രണ്ടാളും തോളിൽ കൈയിട്ട് പോകും. ഏട്ടനും അഞ്ചന്മാരും അങ്ങനെ തോളിലൊക്കെ കൈയിട്ടിട്ട് തമാശ പറഞ്ഞ് താടിമ തോണ്ടി പോകുക എന്നുള്ളതൊക്കെ വളരെ അപൂർവമാണ്. അങ്ങനെയല്ല, രണ്ടാളും കൈ പിടിച്ച് അങ്ങനെ നടക്കും. അങ്ങനെ ഈ ഗുഹയിൽ വെച്ചിട്ട് ഹാറൂൻ നബി അലൈഹിസ്സലാം ആ മടയിൽ മൂസാ നബി അലൈഹിസ്സലാം വിളിച്ചു, ഉണരുന്നില്ല, വഫാത്തായി എന്നറിഞ്ഞു. നാട്ടിൽ വന്നു, നമ്മളെ ഹാറൂൻ നബി വഫാത്തായിട്ടുണ്ട്. നാട്ടുകാർ മൂസാ നബിന്റെ നേരെ പണ്ട് കിബിത്തിനെ തോണ്ടിയില്ലേ, മൂസ ഒന്ന് തോണ്ടിയപ്പോ ആള് മരിച്ചില്ലേ, അതേപോലെ നിങ്ങൾ തമ്മിൽ 1-2 മേപ്പിട്ടും കീപ്പിട്ടും പറഞ്ഞിട്ട് തോണ്ടിയിട്ടുണ്ടാവും. സംഭവം സഞ്ചര. അങ്ങനെ ആളുകൾ ഒന്നായിട്ട് മൂസാ നബിയെയും കൂട്ടി ഗുഹയ്ക്ക് പോകും. ഗുഹയിൽ പോയപ്പോ ചാരി ഇങ്ങനെ കിടക്കുക. ആ കടത്തം കണ്ടാൽ തന്നെ ശരിയാണ്,
അത് സംഭവം എന്താണല്ലോ, ആ ചുമര് കൂട്ടിയിട്ട് തലക്കൊരു കുത്തു കൊടുത്തതാണ് എന്ന് ചില ആൾക്കാർ. അങ്ങനെ ചില ആൾക്കാർ അല്ല പഞ്ച് ചെയ്തതാണ്, വേറെ ചില ആൾക്കാർ അല്ല കൗത്ത് കുടിച്ച് പോക്കിയതാണ്, വേറെ ചില ആൾക്കാർ അല്ല മർമ്മത്തിൽ നോക്കി കുത്തിയതാണ്, വേറെ ആൾക്കാർ ആകെ ജഗ പോക. മുസാ നബി പറഞ്ഞു അല്ലേ അങ്ങനെയൊന്നും അല്ലേ, ആണ്. എത്ര ചിട്ടാപ്പത് കേട്ടുക, നബിമാരല്ലേ. ഹാറൂൻ നബി കണ്ണാട് തുറന്നിട്ടേ ഓ ജനങ്ങളെ ഇന്നാരും കൊന്നിട്ടൊന്നുമില്ല, ഞാൻ മരിച്ചതാണ്, മരിച്ചെടുക്കൊന്നും ദൂരം തരാൻ എന്നെ ഒരാളും കൊലപ്പെടുത്തിയിട്ടില്ല. വലാക്കിൻ നനമിത്തു, ഞാൻ വഫാത്തായവരാ. എന്തേ അംബിയാക്കളുടെ മുഅ്ജിസത്തിലെ മുഅ്ജിസത്തുൽ അംബിയാഇ വകറാമാത്തുൽ ഔലിയാഇ ലാ തൻഖതിഉ ബഅദ മൗതിഹിം. മരിക്കുന്നതോടുകൂടെ മുഅ്ജിസത്തിന് വലിയ അവസാനം കുറിക്കുന്നില്ല, കറാമത്ത് നൽകുന്നില്ല. റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം അതിന് ഉദാഹരണമാണ്. അത് മറ്റു മാസങ്ങളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. അടുത്ത ആകാശത്തിലതാ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം 120 വയസ്സ് ജീവിച്ചു. 80 കൊല്ലം ജയിലിലും അടിമയുമായി. അടിമയും അതുപോലെ ജയിലിലുമായി 80 വർഷം. 17ാമത്തെ വയസ്സിൽ ജയിലിൽ കടന്നിട്ട് 97ാമത്തെ വയസ്സിലാണ് പുറത്തു വന്നത്. 24 മണിക്കൂർ മേലാറ്റൂരോ അല്ലെങ്കിൽ മണ്ണാർക്കാടോ പോലീസ് സ്റ്റേഷനിൽ ഒരാൾ നിൽക്കേണ്ടി വന്ന കിട്ടാവുന്ന രാഷ്ട്രീയക്കാരെ കുറിച്ച് താഴ്ത്തിക്കറക്കാൻ നോക്കുമല്ലോ. ജീവപര്യന്തം തടവ് എന്ന് പറഞ്ഞാൽ 14 കൊല്ലാണ്. ഭവനഭേദത്തിനൊരു 7 കൊല്ലം, ഗൂഢാലോചനയ്ക്ക് വേറൊരു 7 കൊല്ലം, സംഘം ചേർന്നതിനൊരു 3.5 കൊല്ലം, ആയുധം ഉപയോഗിച്ചതിന് 2.5 കൊല്ലം. അങ്ങനെ എല്ലാ മൊത്തത്തിൽ ശിക്ഷകളെല്ലാം ഒന്നിച്ചനുഭവിച്ചാൽ മതി. ഒന്നിച്ചനുഭവിച്ചാൽ ഈ 14 കൊല്ലത്തിന്റെ ഉള്ളിൽ തന്നെ ഇതൊക്കെ അനുഭവിച്ചാൽ മതി. ഇതെന്ത് വിഷയം? അതങ്ങനെയാണ്. ഇവിടുത്തെ പരിമിതികൾ അങ്ങനെയാണ്. ദുന്യാവ് അങ്ങനെയാണ്. എന്തിനാണ് ഉമർ മൗലവി പറഞ്ഞ പോലെ ദുന്യാവിന്റെ ആഖിറത്തിന്റെ പരിപാടി മാസറയ്ക്ക് നീട്ടി വെച്ചത് ഇവർക്കൊക്കെ ഭാഗ്യം പറഞ്ഞില്ലേ? എന്താ അതിന്റെ സംഗതി? അത് സംഗതി അങ്ങനെയാണ്. ഇപ്പോ 4 ആള് കൂടി ഒരാളെ കൊന്നു, ഒരാള് 4 ആളെ കൊന്നു നിൽക്കുന്നു. 4 ആള് കൂടിയിട്ട് ഒരാളെ കൊന്നതിന് ശിക്ഷിക്കാണ് നിൽക്കുക. അങ്ങനെ ഈ 4 ആളും കൂടി കൊന്നതിന് ശിക്ഷിക്കുകയാണെങ്കിൽ ഒരാളെ ഭാഗം കൊല്ല, വേറൊരാളെ ഭാഗം കൊല്ല, വേറൊരാളെ ഭാഗം കൊല്ല, വേറൊരാളെ ഭാഗം കൊല്ല. അങ്ങനെ ഒരു കൊല്ലലുണ്ട്. 25% കൊല. മരണം 3 രൂപത്തിലുണ്ട്. ഓർഗാനിക് ഡെത്ത്, സെൻട്രൽ ഡെത്ത്, ടോട്ടൽ ഡെത്ത്, സാകല്യാന മരണം, മസ്തിഷ്ക മരണം, ഭാഗ്യ മരണം, അങ്ങനെ പല മരണങ്ങളുണ്ട്. എന്നാൽ പൗതി ജീവനാക്കുക, പൗതി ജീവനാവൂല. അങ്ങനല്ല. പിന്നെ അതിനെ മറ്റു അവയവങ്ങളൊക്കെ തളർത്തി അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ കൊല്ലാൻ കഴിയില്ല. ഇനിയോ ഒരാള് 4 ആളെ കൊന്നു, ഒറ്റാള് 4 ആളെ കൊന്നു. എന്നാ ഒരാളെ കൊന്നതിന് പകരം ഇയാളെ കൊന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെ കൊന്നതിന് പകരം ഇയാളെ ഇഞ്ഞി മരിപ്പിക്കാൻ കഴിയും? ഇല്ല. അത് ദുനിയാവിന്റെ പരിമിതിയാണ്. അതുകൊണ്ടാണ് എന്നാൽ ദുനിയാവിനുള്ള സംവിധാനങ്ങൾക്കനുസരിച്ച് ആ നിയമങ്ങളും സംഗതികളൊക്കെ നൂതനമായ രൂപത്തിലാണ് സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യന്റെ ഭരണഘടന എല്ലാവർക്കും നല്ല മാതൃകയുള്ള ഭരണഘടനയാണ്. ലോകം വീക്ഷിക്കുന്ന ഭരണഘടനയാണ്. എല്ലാവർക്കും അവർക്ക് സ്വാതന്ത്ര്യത്തോടു കൂടെ പെരുമാറാൻ കഴിയുന്ന മാതൃകായോഗ്യമായ മറ്റൊരു ഭരണഘടന ലോകതലത്തിൽ മറ്റെവിടെയും കാണുകയില്ല എന്നാണ് പൊതുവിൽ പറയാറുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, യൂസുഫ് നബി അലൈഹിസ്സലാം 80 കൊല്ലം ജയിലിൽ കടന്നിട്ടും അല്ലാഹുവോട് ഏതെങ്കിലും ഒരു രാത്രിയിലെ ഏതെങ്കിലും ഒരു സമയത്ത് റബ്ബേ എന്തിനിങ്ങനെ കഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടില്ല. റബ്ബ് അല്ലാഹുവേ, ഭൗതിക ലോകത്ത് അനധികൃതമായ അതല്ലെങ്കിൽ അരോചകമായ മേഖലയിൽ എത്തപ്പെടുന്നതിനേക്കാൾ ഞാൻ ഈ ജയിലിൽ കിടക്കലാണ് താല്പര്യപ്പെടുന്നത് എന്ന് പറഞ്ഞതായി കാണാം. ജയിലിൽ നിന്ന് നേരെ വരുന്നത് ഒരു രാജ്യം ഭരിക്കാനുള്ള ഭരണാധികാരിയായിട്ടാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അവസാനം പറഞ്ഞ ദുആയാണ് ഖുർആൻ പറയുന്നുണ്ട്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽകി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്
فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما والحقني بالصالحين. അവനാണ് കാര്യം ഒറ്റയ്ക്ക് എന്നല്ല, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നേക്കും പെടുത്തണോ, കൂട്ടത്തിലൂടെ പോകണമെന്ന മൂന്ന് പിതാക്കന്മാരുടെ അടുക്കൽ കിടക്കണം. മൂസാ നബി ആഗ്രഹിച്ചതന്നെ യൂസുഫ് നബി അലൈഹിസ്സലാം ആഗ്രഹിക്കുന്നത് എന്തേ അവിടെ അവതരിക്കുന്ന ബറക്കത്തിന് വേണ്ടി എന്തുണ്ടായി? ആളുകൾ തർക്കത്തിലായി. യൂസുഫ് നബിയുടെ ജനാസ ഞങ്ങളുടെ നാട്ടില് അഥവാ ആ പ്രവാചകന്റെ മക്ബറയിലൂടെ മഹത്വം ഞങ്ങളുടെ നാട്ടിൽ വേണമെന്ന് ആ ഒരു തത്വം പഴയകാല നല്ലവരിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റപ്പെട്ട മേഖലയിൽ മാത്രമേ ഫലവൃത്തരായ ആളുകളുടെ മക്ബറകൾക്ക് മഹത്വമില്ല എന്ന വിശ്വാസം ലോകത്ത് പ്രചരിപ്പിക്കപ്പെടുന്നുള്ളൂ. 95% മഹത്വമുണ്ട് എന്ന് പ്രമാണം വിലയിരുത്തി ഉൾക്കൊണ്ടവരാണ്. അവിടെ കിടക്കണമെന്ന് ആഗ്രഹിച്ചു. സംഭവിച്ചതെന്താ? കനാൻകാർ പറഞ്ഞു ഞങ്ങളുടെ നാട്ടുകാരാണ്, അതുകൊണ്ട് അവിടെ വേണം. ഓല് പറഞ്ഞു നിങ്ങൾ അവിടുന്ന് കൊട്ടക്കൻ്റെ വിട്ട ആൾക്കാരല്ലേ, തരൂല, വിട്ടരൂല ജനാസ. പിന്നെയോ ആ ജനാസ ഞങ്ങൾക്ക് വേണം, മിസ്റുകാർക്ക് വേണം. അവസാനം അതൊരു സംഘടനത്തിലേക്ക് എത്തും എന്നറിഞ്ഞപ്പോ ഒരു മാർബിളിന്റെ പെട്ടിയിലാക്കി ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്തതായി കാണാം. ഒരു മാർബിളിന്റെ പെട്ടിയിലാക്കി അവിടുത്തെ ജനാസ നൈൽ നദിയിൽ ഒരു ഭാഗത്ത് ഖബറടക്കി, വെള്ളത്തിലാ ഖബറടക്കിയത്. കടലിൽ വെച്ച് മരണപ്പെട്ട ആ മരണപ്പെട്ടവരുടെ ബോഡി എന്ത് ചെയ്യണം? ഗൾഫിൽ മരണപ്പെട്ടാൽ അവിടെ തന്നെ ഖബറടക്കണം എന്നതാണ്. അവിടെ തന്നെ ഖബറടക്കണം എന്നതാണ്. നാട്ടിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. ഇന്ന് കൊണ്ടുവരുന്നത് തന്നെ എംബാം ചെയ്ത് ശരീരത്തിന്റെ 4 തുളയുണ്ടാക്കി അതിലൂടെ രക്തം മുഴുവനും പുറത്തേക്കെടുത്ത് അതിലൂടെ കെമിക്കൽ ചേർത്ത് എംബാം ചെയ്തുകൊണ്ടാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഇത്തരം അവസ്ഥ ഒരിക്കലും വരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നൊരവസ്ഥ ഉണ്ടാവരുതെന്നോ ദുആയിലാണ് നമുക്ക് നിർവാഹം ഇല്ല. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട നബിയുള്ളാഹി യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ശരീരം അങ്ങനെ ഖബറടക്കിയെന്നാണ്. ഇതൊക്കെ അടുത്ത നാട്ടിലെ പ്രിയപ്പെട്ട കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. മുജാഹിദ് പ്രസ്ഥാനം പോലും അംഗീകരിക്കുന്ന ജാമിഅ നബവിയിലെ ഇടവണ്ണയിലുള്ള കിതാബിൽ പറയുന്ന വിഷയം പറയുന്നത്, അരീക്കോട് സുല്ലമുസലാമിലുള്ള കിതാബിലുള്ള വിശദീകരണമാണ് ഈ പറയുന്നത്. അവിടെ റഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥങ്ങളിലുള്ള വിഷയങ്ങളാണ് ഈ പറയുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ഖബർ അവിടെ കിടക്കുന്ന വെള്ളത്തിലൂടെ ബറക്കത്ത് വരട്ടെ. അതുകൊണ്ടാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ വെള്ളം മുത്തുനബിയുടെ കയ്യിലൂടെ വന്ന വെള്ളമാണ്. അതുപോലെ ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണത്. മറ്റൊന്ന് സംസമാണ്, മറ്റൊന്ന് ഹൗദുൽ. എന്നാൽ നൈൽ നദിയിലെ വെള്ളമാണ്. ആ വെള്ളത്തിന് ഈ പ്രത്യേകതയുണ്ടാവാനുള്ള കാരണം, ഇതായിരിക്കാം എന്ന് ചില ആളുകൾ വീക്ഷിച്ചിട്ടുണ്ട്. 400 കൊല്ലം കഴിഞ്ഞ് അതുകൊണ്ട് വരുന്ന എന്താണ് വാപ്പാരത്ത് കിടക്കണം. 400 കൊല്ലം കഴിഞ്ഞ് അല്ലാഹു തആല മൂസാ നബിയോട് വഹി അറിയിച്ചു. 400 കൊല്ലം കഴിഞ്ഞ മൂസാ നബി വരുന്നത്. യൂസുഫ് നബിയുടെ ഖബറൊന്ന് മയ്യത്തൊന്ന് ജനാസ എന്നെടുത്തിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ഖബറടക്കണം. ബൈത്തുൽ മുഖദ്ദസിൽ ഖബറടക്കണം. ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഇഷ്ടമുള്ളോ ചോദിച്ചോളി, എന്തുവാണെങ്കിലും ചോദിച്ചോളി. അപ്പോ ഒരാൾ എനിക്കൊരു ഒട്ടകം വേണമെന്ന് പറഞ്ഞു. അയാൾക്ക് ഒട്ടകത്തിന്റെ സംവിധാനം ഉണ്ടാക്കി. വേറൊരാൾ എനിക്ക് അരി വേണമെന്ന് അയാൾക്ക് അതിനുള്ള സംവിധാനം ഉണ്ടാക്കി. അങ്ങനെ ഓരോ ആളുകൾക്കുള്ള സംവിധാനം ഉണ്ടാക്കി. ഏതൊന്ന് ചോദ്യം ഒരിക്കലും സ്ഥാനത്തായിട്ടില്ല. നിങ്ങളൊക്കെ ബനൂ ഇസ്രായേലിലെ തള്ളനെ കണ്ടുപഠിക്കണം, ആ പ്രായമായ ഉമ്മയെ കണ്ടുപഠിക്കണം. എന്താ സംഭവം? മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല യൂസുഫ് നബിയുടെ ജനാസ എടുത്ത് ബൈത്തുൽ മുഖദ്ദസിന്റെ അടുക്കൽ ഖബറടക്കാൻ കാരണം തവഫനി മുസ്ലിമൻ വഅൽഹിഖനി ബിസ്സാലിഹീൻ ദുആന്നതല്ലേ. എന്നാ നാട്ടുകാർക്ക് ബർക്കത്തും വേണ്ടേ? അതും നടക്കട്ടെ ഇതും നടക്കട്ടെ. ആ നിലയ്ക്ക്
ജനാസ അവിടെ മാറ്റിക്കിടത്തണം എന്ന് പറഞ്ഞപ്പോ മുസാ നബി അലൈഹി ഇസ്ലാമിനോട് എന്നിട്ട് പറഞ്ഞു, ആ ജനാസ കിടക്കുന്ന ഖബർ അറിയുന്നത് ഇന്നാലിന്നതല്ല. ആ വൃദ്ധയുടെ അടുക്കൽ പോകണം. വൃദ്ധയുടെ അടുക്കൽ പോയി, നിങ്ങൾക്ക് മുസാ നബിന്റെ ഖബർ അറിയുന്നു? ആ അറിയാം. യൂസുഫ് നബിന്റെ ഖബർ അറിയുന്നു? ആ അറിയാന്ന്. കാണിച്ചു തരാം. നിബന്ധന ഉണ്ട്. എന്താ നിബന്ധന? എനിക്ക് സ്വർഗം വേണമെന്നാണെന്ന. എനിക്ക് സ്വർഗം വേണം. മൂസാ നബി എന്താ പറഞ്ഞു? തൗഹീദിന്റെ സുസ്ഥിരമായ സംസ്ഥാപനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് എന്നോട് ചോദിക്കേണ്ടില്ലായിരുന്നു. അത് അഭൗതികമായ വിഷയമായതുകൊണ്ട് അത് ശിർക്കാവുന്നു എന്നല്ല. മൂസാ നബി അലൈഹിസ്സലാം ഷഹാദത്തിൽ വലിക്കാൻ പറഞ്ഞ തള്ളനോട് ഇല്ല, സ്വർഗം കൊടുക്കാൻ പറയുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യണ്ടു? നമ്മളടുത്ത് 1,00,000 രൂപ ഒരാളെ ഏൽപ്പിച്ചു. അപ്പുറത്തെ താത്ത ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കണം എന്ന് പറയും, വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറയും. ഇല്ല ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞാൽ ആരും കജ്ജിലൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ആരും കജ്ജിലൊന്നും ഉണ്ടാവില്ല, കീസലുണ്ടാകുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം എന്താ ചെയ്യണ്ടോ? ആൾ കൊടുത്തളി, അത് സ്വർഗല്ലേ വെച്ച് ആൾ കൊടുത്തളി. അത് അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മഹാനരായ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം ചോദിച്ചത്. മുസ്ലിമിന്റെ ഹദീസിൽ ലോകം പഠിക്കുമ്പോ അഭൗതികമായ വിഷയങ്ങളിൽ സഹായം ചോദിക്കുക എന്നത് അത് അല്ലാഹു അംഗീകരിച്ചതാണ്. പ്രമാണബദ്ധമായ സുസ്ഥിരമായ സ്ഥിരീകരിക്കപ്പെട്ട വിഷയമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഓരോ നബിമാരെയും കണ്ട് 7 ആകാശവും കടന്ന് അതേ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന ഒരു മരം കണ്ടു. ആ മരത്തിന്റെ പ്രത്യേകത കണ്ടു. അതുപോലെ ബൈത്തുൽ ഇസ്സ എന്നൊരു പള്ളി, മസ്ജിദുൽ ലാഹൂത്ത് എന്നൊരു പള്ളിയുണ്ട്. വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പാടിയ ആ ബൈത്തിൽ കാണാം മസ്ജിദുൽ ലാഹൂത്തിലെ മുദല്ലിസ്. ഏതാ മസ്ജിദുൽ ലാഹൂത്തി? അത് പറയുമ്പോൾ ഒരു ദിവസം വഅദ് പറയണ്ട്. ബൈത്തുൽ ഇസ്സ എന്ന പേരിലുള്ള ബൈത്തുൽ മഅ്മൂർ എന്നൊരു പള്ളിയാണ്. കഅബയുടെ സെൻട്രൽ ലൈനിൽ നിന്നൊരു ട്രൂ ലൈൻ വ്യാസരേഖ മുകളിലോട്ടങ്ങ് സങ്കല്പിച്ചാൽ ആ സങ്കല്പിക്കപ്പെട്ട ആ രേഖ സന്ധിക്കുന്ന ഒരു സ്ഥലം, അതല്ലെങ്കിൽ ഒരു സാങ്കല്പിക സ്ഥലം, ആ സ്ഥലത്താണ് നേരെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് ബൈത്തുൽ മഅ്മൂർ. 70,000 മലക്കുകൾ അതിൽ കയറുന്നുണ്ട് ഒരു ദിവസം. ഒരു ദിവസം കയറിയോര് രണ്ടാമത്തെ ദിവസം കയറൂല. അപ്പൊ എത്ര കോടിക്കണക്കിന് മലക്കുകളില്ലേ? ആ മലക്കുകൾ കയറുന്ന ബൈത്തുൽ മഅ്മൂർ. മക്കത്ത് പോയപ്പോ ബൈത്തുൽ മഅ്മൂർ കണ്ടോന്ന് ചോദിച്ചപ്പോ ഭയങ്കര തിരക്കായിരുന്നു, എന്നാലും കണ്ടു പറഞ്ഞില്ല. ആ ബൈത്തുൽ മഅ്മൂർ മക്കത്തല്ലല്ലോ, ബൈത്തുൽ മഅ്മൂർ മുക്കത്തുമല്ല. അതെവിടെ? ആകാശങ്ങളപ്പുറം. അത് കണ്ടതാരാ? അത് കണ്ടത് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ആ നബി തങ്ങൾ മാത്രമാണ് കണ്ടത്. എന്നിട്ടോ അവിടുന്ന് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. പിന്നീടോ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ബഹറുൻ നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം വരെ പോയി. ബഹറൈനിയല്ല, ദമാമെന്ന് പോയാൽ കിട്ടുന്നുണ്ടല്ലോ. ബഹറൈനിയല്ല, പിന്നെ ബഹറുൻ നൂർ. ആ ബഹറുൻ നൂറിന്റെ അവിടെ എത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനബി റബ്ബകൽ ഖയ്യൂമാ. ഹബീബായ തങ്ങളെ, ഇനി എനിക്ക് അങ്ങയോ ഫോളോ ചെയ്യാൻ, അങ്ങയുടെ പിന്നാലെ വരാൻ എനിക്ക് അനുമതിയില്ല. അതുകൊണ്ട് പേടിക്കാതെ പോകൂ. അങ്ങനെ റബ്ബുമായി മുനാജാത്ത് നടത്താൻ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന, കേന്ദ്രീകരിക്കപ്പെട്ടിരുന്ന, നിശ്ചയിക്കപ്പെട്ടിരുന്ന ആ സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഖാബ ഖൗസൈന അഖറബാ രാജാതിരാജനായ റബ്ബിനോട് മുനാജാത്ത് നടത്തി, അല്ലാഹുവോട് മുനാജാത്ത് നടത്തി. അല്ലാഹ് അവിടെ ആയതുകൊണ്ടല്ലോ ഓരോ ആളുകളോടോ കണ്ടനാടിയേക്കാൾ അടുത്തവരെന്ന് പറയുന്നില്ലേ? അടിമ ഏറ്റവും അടുക്കുന്നത് സുജൂദിലാണെന്ന് പറയുന്നില്ലേ? അല്ല അടുക്കുന്നത് അല്ല ആകാശത്തിലാണെങ്കിൽ ഖിയാമിലല്ലേ അടുക്കേണ്ടത്? അല്ല സ്ഥലകാലാതീതനാണ്. അല്ലാഹു ഇന്ന സ്ഥലത്ത് എന്ന് പറയാൻ പാടില്ല. അത് ഇതിലെ 8ാമത്തെ പാഠം അതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രത്യേക സ്ഥലമില്ല. അല്ലാഹു ഇന്ന സ്ഥല
സ്ഥലത്താണെന്ന് പറയാൻ പാടില്ല. കയ്യും കാലും കണ്ണും നാക്കും മൂക്കും സങ്കല്പിച്ച് ഒരു സാങ്കല്പിക പ്രതിഷ്ഠയിൽ വിശ്വസിക്കുന്നത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് പറഞ്ഞതല്ല. എന്തേ കാരണോ? അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളാണോ ആയാത്തിന് അതേ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? അവർ കുറെ ആളുകൾ ഇബാദത്തെടുക്കുന്നുണ്ട്. ആ ഇബാദത്തെടുക്കുന്നവർ ഇന്നമാ അബദു ദാലികൽ മുതഖയ്യല്ലദീന വജൂദല لما تمروا في الله ما لا يليق به فكأنهم متاع ذات موصوفة بالصفات التي تخيلوها فهم في الحقيقة ما عبدوا الله إنما عبدوا ذلك المتخيل الذي لا وجود له. ചില ആളുകൾ കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, നാക്കുണ്ട്, കയറ്റം ഇറക്കമുണ്ടെന്ന് പറഞ്ഞു ചില ആളുകൾ ഒരു സാങ്കല്പിക പ്രതിഷ്ഠയുടെ പേരിൽ അല്ലാഹ് എന്ന് പറഞ്ഞു പങ്കുകൊടുക്കുന്നുണ്ട്, അല്ലാഹ് എന്ന് പറഞ്ഞു നിസ്കരിക്കുന്നുണ്ട്, അല്ലാഹ് എന്ന് പറഞ്ഞ് ഇത്തികാഫിരിക്കുന്നുണ്ട്. ഒരിക്കലും അത് അംഗീകരിക്കില്ല. കാരണം അല്ലാഹു സ്ഥലകാലാതീതനാണ്. അതല്ലേ നബി തങ്ങൾ പറഞ്ഞത് ലാ തുഫദ്ദിലൂനി അലാ യൂസുഫ് ഇബ്നു മത്താ. യൂനുസ് നബി അലൈഹിസ്സലാമിനേക്കാൾ ഒരു ഹദീസിൽ കാണാം, യൂനുസ് നബി അലൈഹിസ്സലാമിനേക്കാൾ എന്നെ നിങ്ങൾ ശ്രേഷ്ഠമാക്കരുത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. ബുഖാരിയിൽ എന്നാണ് തോന്നുന്നത്. ഓർക്കുന്നു യൂനുസ് നബിയേക്കാൾ അഷ്റഫ് അല്ലേ അല്ലാഹുവിന്റെ റസൂൽ? അല്ലേ? ആണ്. പിന്നെ ലാ തുഫദ്ദിലൂനി അലാ യൂനുസ് നബിയേക്കാൾ ശ്രേഷ്ഠമാക്കരുത് എന്താ പറയാൻ കാരണം? ലാ തുഫദ്ദിലൂനി അലാ ആദം ഇല്ല, ലാ തുഫദ്ദിലൂനി അലാ ഇബ്രാഹിം ഇല്ല, ലാ തുഫദ്ദിലൂനി അലാ ഇസ്മാഈൽ ഇല്ല, ലാ തുഫദ്ദിലൂനി അലാ യൂനുസ് ഇബ്നു മത്താ. എന്തേ പറയാൻ കാരണം? 2000 വർഷത്തിലെ ജൂലൈ ലക്കത്തിലെ അൽമനാറിലെ 35ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ശരിയായ വിശ്വാസത്തിന്റെ കൃത്യമായ വിവരം നോക്കണോ? നോക്കി, കാരണം കണ്ടു. എന്താണ് കണ്ടത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുനാജാത്തിന് ഹിവാറിന് അവസരം കൊടുത്തത് ഏഴാകാശത്തിന്റെയും അപ്പുറത്ത് ഒരുപാട് ആയിരക്കണക്കിന് മൈലുകൾ താണ്ടിയിട്ടാണെങ്കിൽ യൂനുസ് നബി അലൈഹിസ്സലാം കടലിന്റെ ഉള്ളിൽ മത്സ്യത്തിന്റെ വയറ്റിന്റെ അകത്ത് ആ രണ്ട് മുനാജാത്തിന്റെയും ഇടയിൽ, സംഭാഷണത്തിന്റെ ഇടയിൽ വേരിയേഷൻ കാണേണ്ടതില്ല. കടലിന്റെ ഉള്ളിലാണെങ്കിലും അന്ത റബ്ബിനോടാണ് സംബോധനം, അവിടെയാണെങ്കിലും അന്ത റബ്ബിനോടാണ് സംബോധനം. ആ സംബോധനയാണ്. അല്ലാഹു സ്ഥലകാലാതീതനാണ്, എല്ലാം കണക്കാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു അവിടെയാണ് ഇവിടെയാണ് എന്ന് പറയരുത് എന്ന തത്വമാണ് ഇതിലൂടെ അറിയിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവിടെ പോയി തിരിച്ചു വരിക പറയും കുറെ പാഠങ്ങളുണ്ട്, ഞാനതിലേക്ക് കടക്കുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാം ഇടപെട്ടിട്ട് എന്റെ കിട്ടിയോ 50 നിസ്കാരം തന്നെ കയ്യൂല നബിയെ ഉമ്മത്തിന് ചുരുക്കാൻ പറയാനോ? ചുരുക്കി 5 ചുരുക്കി, പിന്നെയും ചുരുക്കി. ഒരു പോക്കൂടിയും പോയി ഒരു കുട്ടീനോട് ചായപ്പൊടി വാങ്ങാൻ വേണ്ടി പറഞ്ഞു. വാങ്ങി വന്നു. ഒരു എല്ലാം തക്കാളി വാങ്ങി വന്നാണ്. ഒരു നോട്ടം നോക്കി ഒരു തക്കാളി വാങ്ങാൻ പോയി. എടാ പഞ്ചാര കഴിക്കണടാ, 1 കിലോ പഞ്ചസാര വാങ്ങി വരും. ഇനി എന്തെങ്കിലും വന്നിട്ട് ഇപ്പൊ തന്നെ ആലോചിക്കണം പറഞ്ഞു മനുഷ്യന്റെ ഒരുപാട് അല്ലേ? ആകെ പ്രശ്നമാക്കൂല. എന്നാ നബി നിങ്ങൾ മൂസാ നബിയോട് ചോദിച്ചു എത്ര കഴിക്കാതെ, അള്ളഹാനോട് ചോദിച്ചു എത്ര ഇപ്പൊ ചുരുക്കാൻ കരുതിക്കുന്നത്, അങ്ങോട്ട് മണ്ടാനാവൂല പറഞ്ഞു. പിന്നെ അതൊരു സന്തോഷം. നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാൾ കൽപ്പിച്ചാലേ പോകുക എന്നുള്ള സംഗതി തന്നെ. അങ്ങനെ പോയി ഇങ്ങനെ പോയി അങ്ങനെ പോയി ഇങ്ങനെ പോയി അങ്ങനെ പോയി 9 വട്ടം പോയപ്പോ 45. അപ്പൊ ഒരു കാരണവര് പറഞ്ഞു ഒന്നുകൂടി പോയിക്കൂടെ, 2 കൂടി ചുരുക്കി കിട്ടിയിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ 9 പ്രാവശ്യം പോയി. പാഠം നമ്പർ 9, വഫാത്തായവരിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കാം. വഫാത്തായ മൂസാ നബി 50 വഖ്ത് നിസ്കാരം പഞ്ചാക്കി ചുരുക്കിയ ആനുകൂല്യം പറ്റുന്നവർക്ക് വഫാത്തായവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് എന്തവകാശമാണുള്ളത്? അങ്ങനെ പറയുന്നവരാണോ? എന്നാൽ അടുത്ത നാട്ടുകാരെ തന്നെയല്ലേ മാതൃക. 50 നിസ്കരിച്ച് നാളെ തന്നെ തുടങ്ങട്ടെ.
ഇല്ല, ഒരിക്കലുമല്ല. മൂസാ നബി ഇടപെട്ട് 9 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി 45 ചുരുക്കി അതേ ഒരു നിസ്കാരത്തിന് 10 കൊടുത്ത് 50ന്റെ പ്രതിഫലം കൊടുത്തുകൊണ്ടാണ് നിസ്കാരം ശറഅക്കപ്പെട്ടത്. റോഹിബിയുന്നത് വരെ നിസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതേ രാജാതിരാജനായ റബ്ബിനോടുള്ള മുനാജാത്താണ് അസ്സലാത്തു മിറാജുൽ മുഅ്മിൻ. ഒരു വിശ്വാസിയുടെ മിറാജാണ്, ഒരു വിശ്വാസിയുടെ മിറാജ പ്രയാണമാണ്, റബ്ബിലേക്കുള്ള പ്രയാണമാണ്, മിറാജാണ് നിസ്കാരം. അതുകൊണ്ട് തന്നെ റജബിന്റെ ഒരു സന്ദേശമാണ് നിസ്കാരം ഒരിക്കലും കൈവഴിക്കാൻ പാടില്ല എന്നത്. അന്ന് അള്ളാഹുവിന്റെ റസൂല നിശ്ചിത പോയിന്റിലെത്തിയപ്പോൾ കേട്ടു, അവിടുന്ന് പറഞ്ഞു അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് തയ്യിബാതു ലില്ലാഹ്. നമ്മൾ നിസ്കരിക്കുമ്പോൾ ചൊല്ലാറുള്ള അത്തഹിയ്യാത്ത് അവിടുന്ന് ഒന്ന് ചൊല്ലി. അള്ളാഹുവിനാണ് എല്ലാ പ്രസന്റേഷൻ, എല്ലാ ഗിഫ്റ്റും, എല്ലാ സംഭവങ്ങളും. അസ്സലവാത്തു അത്തയ്യിബാത്തു ലില്ലാഹ്. ഇത് പറഞ്ഞപ്പോ അല്ലാഹു തആല തിരിച്ചു പറഞ്ഞു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. നബിയേ അങ്ങേക്ക് സലാം, അങ്ങേക്ക് മംഗളം. യജമാനനായ റബ്ബ്. അപ്പൊ നബി തങ്ങൾ സ്നേഹമുള്ള ആളല്ലേ, എനിക്ക് മാത്രം പോരാ. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ലോകത്തുള്ള എല്ലാ സ്വലാഹിയത്തുള്ള നല്ല ആളുകൾക്കൊക്കെ സലാം വേണം. ഇത് കേട്ട മലക്കുകൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഒക്കെ ആകാശത്ത് വെച്ചാണ് നടന്നു. ആ നടന്നത് അങ്ങനെ തന്നെ അങ്ങോട്ട് കൊണ്ടുവന്നു. അതങ്ങനെ ലോകത്ത് നടപ്പിലാക്കി. ഇതാണ് സംഭവം. അങ്ങനെ ഇവിടെ വന്നിട്ട് മസ്ജിദുൽ ഹറാമിലേക്ക് തന്നെ തിരിച്ചെത്തി വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഖുറൈശികളോട് പറഞ്ഞത് ആകാശത്തേക്ക് പോയി എന്നൊന്നും പറഞ്ഞില്ല. പിന്നെ കുഞ്ഞാപ്പൂനോട് നോമ്പിന്റെ എണ്ണം അങ്ങനെ പറയാൻ പറ്റൂല. അപ്പൊ ആ നിലക്ക് എന്താണ്, ഞാൻ ഈ മസ്ജിദുൽ ഹറാമിൽ മസ്ജിദുൽ അഖ്സ വരെ ഇന്നലെ രാത്രി ഒന്ന് പോയി. 1 മാസം കൊണ്ട് എത്താത്ത സ്ഥലം. ആ സ്ഥലത്തേക്ക് രാത്രി അങ്ങനെ നടന്ന് അങ്ങനെ പോയി എന്ന് പറയാൻ കളിയാക്കാൻ തുടങ്ങി. ചില ആളുകൾക്ക് മണ്ടി. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരുന്നുണ്ട്. അന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേര് അബൂബക്കർ, അതിന്റെ മുമ്പ് അബ്ദുള്ളൻ. ആധാർ കാർഡിലൊക്കെ അബ്ദുള്ളൻ, അന്ന് ആധാർ ഇല്ല. എന്നാലും എന്താ ശരിക്കുള്ള അമ്മി വാപ്പിയുടെ പേര് അബ്ദുള്ളൻ. പിന്നീട് ഇന്നല്ലാഹ സമ്മാ, അള്ളാഹുവാണ് അബൂബക്കർ സിദ്ദീഖ് നേരത്തെ ഇസ്ലാമിലേക്ക് വന്നതിന്റെ പേരിൽ അബൂബക്കർ എന്നുള്ള പേരിടുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, യാ അബൂബക്കർ ഔക്കറെ കേൾക്കണോ കഥ? നിങ്ങളാളെ ഇന്നലെ ഹന്തിക്ക് അവിടെ പോയി ഒന്നുക്കറേ പറഞ്ഞോ? എനിക്ക് ഇപ്പൊ വ്യത്യാസമൊന്നുമില്ല. എന്താ മുമ്പിനോട് പറയണത്? ഇങ്ങനെയൊക്കെ പറയണ ആളാകുമ്പോ വെറുതെ പിന്നാലെ പോയി ആൾ കുടുങ്ങാൻ നിൽക്കണോ എന്നുള്ളതിനാണ് പറഞ്ഞു നോക്കിയത്. ഞാനതാണ് വിശ്വസിച്ചത്, എനിക്കൊരു പ്രശ്നമല്ല. അപ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ എന്ന പേരിട്ടു. ആ പേര് കിട്ടി. ഇവരൊക്കെ പാടെ ഒത്തുകൂടിയിട്ട് ഫലസ്തീനിക്ക് അങ്ങനെ പോയിട്ടുണ്ടാവൂല. ഇവരൊക്കെ കണ്ടുവന്നോല കച്ചവടത്തിന് ഇതിനൊക്കെ പോയിട്ട് പറയും അതിലെത്ര ജനലുണ്ട്. അപ്പോ നബി തങ്ങൾ അല്ലാഹു തആല എനിക്ക് ബൈത്തുൽ മുഖദ്ദസ് ഇങ്ങനെ കാണിച്ചു. ഇവിടെ ഇരുന്നിട്ട് 1440 ചില്ലാനും കിലോമീറ്റർ അപ്പുറത്തുള്ള ബൈത്തുൽ മുഖദ്ദസ് മഹാനരായ ശിറാസി തങ്ങളുടെ ചരിത്രം നബി ഇമാം ശറമദവി പറഞ്ഞിട്ടാണ് കാന ഷാഹിദുൽ കഅബത വഹുവ ഫി ബഗ്ദാദ. ബഗ്ദാദിൽ ഇരുന്ന് കഅബ കണ്ടിരുന്നു. അത് കറാമത്താ. എങ്ങനെയാന്ന് ചോദിക്കണ്ട, അങ്ങനെയാന്നാ മറുപടി. ജിബ്രീൽ അലൈഹി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് 1 2 3 4 5 വടക്ക് ഭാഗത്താ പടിഞ്ഞാറ് ഭാഗത്ത് ഒന്ന് അവിടെ 6 7 അവിടെ ഉണ്ട്. ആ കന്നിമൂലയിൽ കക്കൂസ് അങ്ങനത്തെ വിഷയമൊന്നുമില്ല. അത് റസൂലുള്ളാഹിക്ക് കന്നിമൂലൊന്നുമില്ലല്ലോ, അത് ആസാരിമാർക്കുള്ള. അപ്പൊ ചുരുക്കി പറഞ്ഞാല് അങ്ങനെ കുറെ വിഷയങ്ങളും സംഗതികളും പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ചൂടുകൾ പറഞ്ഞെടുത്തു, പൈന്റ് പറഞ്ഞെടുത്തു, മോന്തായത്തിൽ അല്ലിപ്പൊഴിച്ച എട്ടുകാലി വാലന്റെ കഥ അടക്കം പറഞ്ഞു. കാരണം മുമ്പ് ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. അപ്പോ ഉഖബത്തുൽ മുഈത്ത് പറഞ്ഞു, അതാ സിഹ്റു മുബീൻ, സിഹ്റന്നെ കേട്ടോ, സിഹ്റന്നെ കേട്ടോ, ഭയങ്കര സിഹ്റന്നെ കേട്ടോ. ജലദോഷം പിടിച്ചാലും ചിലപ്പോൾ സിഹ്റ് അറിയില്ല അല്ലേ, ഇത് വലിയ സിഹ്റന്നെ കേട്ടോ എന്നാ പറഞ്ഞു. എന്നാലും സത്യം അംഗീകരിക്കാന്നില്ല. ഞാൻ നബി തങ്ങൾ പറച്ചു നിർത്തിയോല്ല, അത് പറയണമെന്നുള്ളതല്ലേ. അപ്പൊ ഇതാണ് അസാധാരണമായ അഭൗതികമായ അദൃശ്യജ്ഞാനവും അമ്പിയാക്കൾക്കുണ്ട്, അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ പാഠവും ഇതിലുണ്ട്. അങ്ങനെ ഒരുപാട് പാഠമുള്ള സംഭവമാണ് ഈ സംഭവത്തിലൂടെ ലോകം പഠിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, റജബ് മാസത്തിലാണ് നടന്നതെങ്കിൽ വലിയ സംഭവമാണ്. അതേ ഒരുപാട് മഹാരഥന്മാരനുസ്മരിക്കപ്പെടുന്നുണ്ട്. ശാഫിഈ ഇമാമും നവവി ഇമാമും അതുപോലെയുള്ള അയിമ്മത്തുകള് ഈ മാസത്തിൽ അനുസ്മരിക്കപ്പെടുന്നവരാ. സമയത്തിന്റെ കൃത്യതയും ജീവിതത്തിന്റെ മൂല്യവും തിരിച്ചറിഞ്ഞ് ആധ്യാത്മിക മേഖലയിൽ സമൂഹത്തെ സംസ്കരിക്കാൻ കനപ്പെട്ട ഒരുപാട് രചനകളും വിലപ്പെട്ട ഒരുപാട് നിർദ്ദേശങ്ങളും നൽകിയ മഹൽ വ്യക്തിത്വങ്ങളിൽ ഉന്നതരാ നവവി ഇമാം, ശാഫിഈ ഇമാമിനെ പോലെയുള്ളവരെങ്കിൽ അല്ലാഹുവേ അവരെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് വിജയം നൽകണം അല്ലാഹ്, ഞങ്ങളെ സലാമത്തിലാക്കണം അല്ലാഹ്. സൽസബീലൻ സറഫീഹി സയ്യിദു സാദാത്തി സിർ, സൽസബീലൻ ദുൻഫിൽ ഹാലാതി കൽസാലിസാൻ ലാ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ വിരിയ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മഹത്തായ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കട്ടെ.